വളരെ സന്തോഷകരമായ ഒരു കാവ്യ സുപ്രഭാതമാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പാബ്ലോ നെരൂദ കവിതകളെന്ന മലയാളിക്ക് കഴിഞ്ഞ 40ഓളം വർഷങ്ങളായി ചിരപരിചിതമായ പുസ്തകത്തിൻ്റെ പ്രകാശനത്തോടെ നെരൂദ എന്ന ലോക കവിതയിലെ ഏറ്റവും ബൃഹത്തായ ആ വീഞ്ഞുപുരയുടെ അധിപനെ പറ്റി നമ്മൾ സംസാരിച്ചു തുടങ്ങുകയാണ്. ഞാൻ മുഖപുര എന്ന നിലയ്ക്ക് അധികമൊന്നും പറയുന്നില്ല. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കവികളിൽ ഒരാളാണ് നെരൂദ. നെരൂദയെപ്പറ്റി കേട്ടിട്ടുള്ള ഒരു കഥ, നെരൂദ കവിതയെപ്പറ്റി പഠിക്കാൻ വേണ്ടി സ്പെയിനിലെ സാന്റിയാഗോ നഗരത്തിൽ താമസിച്ചിരുന്ന ഒരു വിദേശി ഒരിക്കൽ അവിടുത്തെ ചന്തയിൽ പച്ചക്കറി പഴം മാർക്കറ്റിൽ ചെന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ, തണ്ണിമത്തൻ വിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു കവിത പാടിക്കൊണ്ടാണ് തണ്ണിമത്തൻ വിൽക്കുന്നത്. ദാഹവൃക്ഷത്തിൻ്റെ പഴമാണ് നീ, വേനലിൻ്റെ പച്ച തിമിംഗലമാണ് നീ, യു ആർ ദ ഫ്രൂട്ട് ഓഫ് ദ ട്രീ ഓഫ് തേഴ്സ്റ്റ്, യു ആർ ദ ഗ്രീൻ വെയിൽ ഓഫ് സമ്മർ എന്നൊക്കെ പാടിക്കൊണ്ടാണ് ഈ ചെറുപ്പക്കാരൻ തൻ്റെ കസ്റ്റമേഴ്സിനെ തന്നിലേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇയാൾ വിചാരിച്ചു, ഈ വിദേശി വിചാരിച്ചു, നെരൂദയുടെ നാട്ടുകാരാണല്ലോ, എല്ലാവരും കവികളായിരിക്കും, ഏറിയോ കുറഞ്ഞോ കവികളായിരിക്കും ലാറ്റിൻ അമേരിക്കക്കാർ, ചിലിയന്മാർ എന്ന് വിചാരിച്ച ഇദ്ദേഹത്തിൻ്റെ ഗവേഷണം പുരോഗമിച്ചപ്പോഴാണ് അയാൾ മനസ്സിലാക്കുന്നത് നെരൂദയുടെ വളരെ പ്രസിദ്ധമായ ഓട്ട് വാട്ടർമെലൺ, തണ്ണിമത്തന് ഒരു ഗീതം എന്ന കവിതയിലെ സുപ്രധാന വരികളാണ് ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ പാടിക്കൊണ്ടിരുന്നത്, പാടി കച്ചവടം ചെയ്തുകൊണ്ടിരുന്നത്. തണ്ണിമത്തൻ വിൽക്കുകയും തണ്ണിമത്തനെ പറ്റിയുള്ള തങ്ങളുടെ പ്രിയപ്പെട്ട കവിയുടെ കവിതയിലെ വരികൾ പാടുകയും ചെയ്തുകൊണ്ടിരുന്നത് എന്ന് വലിയ ആഹ്ലാദത്തോടു കൂടി, അമ്പരപ്പോടു കൂടി ഇയാൾ തിരിച്ചറിയുന്നു. ഒരുപക്ഷെ ഈ തണ്ണിമത്തൻ വിൽപ്പനക്കാരനെ പോലെയാണ് നെരൂദ, അല്ലേ? വേനലിൽ നമുക്ക് എങ്ങനെയാണോ തണ്ണിമത്തൻ, അതുപോലെ കവിതയുടെ സമൃദ്ധി, കവിതയുടെ ജലസമൃദ്ധി, കവിതയുടെ ആ കവിതകളുടെ വരിയുണ്ട്, സ്റ്റോർ ഹൗസ് ഓഫ് പ്രൊഫണ്ടിറ്റി എന്നൊരു വരിയുണ്ട്. സമൃദ്ധിയുടെ നിലവറയാണ്, കലവറയാണ് നെരൂദയുടെ കവിത. സച്ചിമാഷ് നിർഭാഗ്യവശാൽ ആ കവിത ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ എലമെൻ്റൽ ഓട്സ് എന്ന സമാഹാരത്തിലെ പ്രധാനപ്പെട്ട ഉപ്പിനൊരു ഗീതം, കാലുറയ്ക്കൊരു ഗീതം എന്നതുപോലുള്ള ഒട്ടനവധി കവിതകൾ അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുമുണ്ട്. ഈ സെഷന് നൽകപ്പെട്ടിരിക്കുന്ന പേര് വരൂ കാണൂ ഈ തെരുവുകളിലെ രക്തം എന്നാണ്. കിടിലം കൊള്ളിക്കുന്ന വരികളാണ്. നെരൂദയുടെ വളരെ പ്രസിദ്ധമായ, അതിപ്രസിദ്ധമായ ചില കാര്യങ്ങളുടെ വിശദീകരണം എന്ന കവിതയിലെ അവസാന വരികളാണ്. മാഷ് ആ കവിത മാഷിൻ്റെ പരിഭാഷാ രൂപത്തിൽ ചൊല്ലിക്കൊണ്ടാവട്ടെ ഈ സെഷൻ്റെ ആഹ്ലാദകരമായ തുടക്കം എന്ന് വിചാരിക്കുന്നു. മാഷിനെ കവിത ചൊല്ലാൻ ക്ഷണിക്കുന്നു. നെരൂദയെക്കുറിച്ച് സജയ് പറഞ്ഞ പോലെ ഒരുപക്ഷെ അതിൽ കൂട്ടിച്ചേർക്കാവുന്ന ഒരു കാര്യം, NS മാധവൻ ഒരിക്കൽ പറയുണ്ടായി, ഏറ്റവും വലിയ മലയാള നോവലിസ്റ്റ് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ മാർക്കേസ് ആണ് എന്ന് പറഞ്ഞു. അതുപോലെ ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും വലിയ മലയാളി കവി ആരാണ് എന്ന് ചോദിച്ചാൽ കിട്ടിയേക്കാവുന്ന ഉത്തരം പാബ്ലോ നെരൂദ എന്നായിരിക്കാൻ ഇടയുണ്ട്. കാരണം നെരൂദയുടെ കവിത 1976 ഈ പുസ്തകത്തിൻ്റെ ആദ്യ പതിപ്പ് പ്രസിദ്ധീകരിക്കുന്നത്. അതിനുശേഷം എനിക്ക് അറിഞ്ഞുകൂടാ എത്ര പതിപ്പുകളിലൂടെ കടന്നുപോയിട്ടുണ്ടെന്ന്, എത്ര പ്രസാധകർ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല. മാതൃഭൂമിയുടെ 2ാമത്തെ പതിപ്പാണിത്. ഓരോ പതിപ്പിലും ഞാൻ പുതിയ കവിതകൾ കൂട്ടിച്ചേർത്തുകൊണ്ടിരുന്നു. അതായിരുന്നു എനിക്ക് ആ ഓരോ പതിപ്പും നൽകിയ സവിശേഷമായ ആഹ്ലാദം. അപ്പോൾ നെരൂദയുടെ കവിതയെക്കുറിച്ചുള്ളൊരു ചർച്ചയിലേക്ക് നമുക്ക് സ്വാഭാവികം വരാം. ആ കവിതയിലേക്കും ആ കവിത മലയാള കവിതയിൽ ചെലുത്തിയ സ്വാധീനത്തെയും കുറിച്ചുള്ള ഒരു ചെറിയ ചർച്ച ഞങ്ങൾ നടത്താൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ സജയ് ആവശ്യപ്പെട്ടതുപോലെ എക്സ്പ്ലെയിനിങ് എ ഫ്യൂ തിങ്സ് എന്ന് ഇംഗ്ലീഷിൽ പരിഭാഷപ്പെടുത്തിയിട്ടുള്ള ചില കാര്യങ്ങളുടെ വിശദീകരണം എന്ന കവിത ഞാൻ വായിക്കാം. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു വലിയ ആഭ്യന്തര യുദ്ധം, സ്പാനിഷ് ആഭ്യന്തര യുദ്ധം നടന്ന കാലത്ത് നെരൂദ എഴുതിയ ഒരു കവിതയാണ്. എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ രക്തപങ്കിലമായ കവിതകൾ എഴുതുന്നത് എന്ന് സ്വയം വിശദീകരിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ശ്രമമാണ് ഒരിടത്ത് ഇത്. അതേസമയം അക്കാലത്തുണ്ടായ മഹാദുരന്തങ്ങളെക്കുറിച്ചുള്ള സംഭീതമായ സൂചനകളും ഈ കവിത ഉൾക്കൊള്ളുന്നുണ്ട്. ചില കാര്യങ്ങളുടെ വിശദീകരണം. നിങ്ങൾ ചോദിക്കുന്നു, എവിടെ ലൈലാക്ക് പുഷ്പങ്ങൾ, എവിടെ അവീൻ പുഷ്പദലങ്ങളാർന്ന അധ്യാത്മവിദ്യ, എവിടെ പേർത്തും പേർത്തും വാക്കുകൾ ചിതറിത്തെറിപ്പിച്ച്
അവയിൽ തുള വീഴ്ത്തുന്ന മഴ, എവിടെ കിളികൾ. ഞാൻ എല്ലാ വർത്തമാനവും പറയാം. മാഡ്രിഡിൻ്റെ പരിസരത്തിൽ ഒരു പട്ടണപ്രാന്തത്തിൽ ഞാൻ താമസിച്ചിരുന്നു. മണികൾക്കും ഘടികാരങ്ങൾക്കും മരങ്ങൾക്കുമിടയിൽ. അവിടെ നിന്ന് നോക്കിയാൽ സ്പെയിനിൻ്റെ വരണ്ട മുഖം കാണാം. തുകൽ കൊണ്ട് തീർത്ത ഒരു സമുദ്രം. പൂവുകളുടെ വീട് എന്നായിരുന്നു എൻ്റെ വീടിന് പേര്. കാരണം അതിൻ്റെ ഓരോ വിള്ളലിലും ജെറേനിയം പുഷ്പങ്ങൾ പൊട്ടി വിരിഞ്ഞിരുന്നു. നായ്ക്കളും കുഞ്ഞുങ്ങളുമുള്ള ചന്തമുറ്റ വീട്. ഓർക്കുന്നില്ലേ റൗൾ? ഓർക്കുന്നില്ലേ റഫേൽ? റഫേൽ ആൽബർട്ടിയാണ് കവി. ഓർക്കുന്നില്ലേ റഫേൽ? ഭൂമിക്കടിയിൽ കിടന്നുകൊണ്ട് നീ ഓർക്കുന്നില്ലേ ഫെദറിക്കോ? ലോർക്കയാണ്. ഭൂമിക്കടിയിൽ കിടന്നുകൊണ്ട് നീ ഓർക്കുന്നില്ലേ ഫെദറിക്കോ? ജൂൺ വെയിൽ നിന്റെ വായിൽ പൂക്കളിട്ട് തന്നിരുന്ന എൻ്റെ വെൺമാടങ്ങൾ. ഓ സഹോദര, എൻ്റെ സ്വന്തം സഹോദര. എല്ലാം ശബ്ദമുഖരിതമായിരുന്നു. കമ്പോള ചരക്കുകളുടെ ഉപ്പുരസം, സ്പന്ദിക്കുന്ന റൊട്ടിക്കൂമ്പാരങ്ങൾ, പ്രതിമയും താങ്ങി വറ്റിപ്പോയ മഷിച്ചാല് പോലെ മത്സ്യങ്ങളുടെ ഒരു ചുഴിയിൽ ഉയർന്നു നിൽക്കുന്ന എൻ്റെ പട്ടണത്തിലെ ചന്തപ്പുരകൾ, തവികളിലേക്ക് ഒഴുകി നിറയുന്ന എണ്ണ, തെരുവുകളിൽ അലയടിക്കുന്ന കൈകാലുകളുടെ കൊടുങ്കടൽ, ജീവിതത്തെ കണിശമായി അളന്ന് മുറിക്കുന്ന മീറ്ററും ലീറ്ററും, അട്ടിയിട്ട മീൻ, കുളിർവെയിലിൽ വിറയ്ക്കുന്ന കാറ്റാടികൾ, അവ താങ്ങി നിൽക്കുന്ന മേൽക്കൂരകളുടെ തയ്യൽ വേലകൾ, ലോലമായ ദന്തത്തിൽ പണിതീർത്ത ഉന്മത്തമായ ഉരുളക്കിഴങ്ങുകൾ, അലകളോടലകളായി കടലിലേക്ക് ഉരുണ്ടുപോകുന്ന തക്കാളിപ്പഴങ്ങൾ. ഒരു പ്രഭാതത്തിൽ എല്ലാം കത്തിയെരിഞ്ഞു. ഒരു പ്രഭാതത്തിൽ മനുഷ്യരെ വിഴുങ്ങുന്ന കാട്ടുതീ ഭൂമിയിൽ നിന്ന് കുതിച്ചുയർന്നു. പിന്നെ അങ്ങോട്ട് തീ, പിന്നെ വെടിമരുന്ന്, പിന്നെ രക്തം. കുഞ്ഞുങ്ങളെ കൊല്ലാൻ കൊള്ളക്കാർ ആകാശത്തിലൂടെ വന്നെത്തി. കൃഷിയിടങ്ങളും പ്രഭുക്കന്മാരുമുള്ള കൊള്ളക്കാർ, മോതിരങ്ങളും പ്രഭ്യുമാരുമുള്ള കൊള്ളക്കാർ, കൊള്ളക്കാർ അനുഗ്രഹം വാരി വിതറുന്ന കറുത്ത സന്യാസിമാരുള്ള കൊള്ളക്കാർ. കുഞ്ഞുങ്ങളുടെ ചോര തെരുവുകളിൽ ഓടിയാർത്തു. സൗമ്യമായി, നിങ്ങൾ പലസ്തീനെ കുറിച്ച് ആലോചിക്കുകയായിരിക്കുമെന്ന് എനിക്കറിയാം. കുഞ്ഞുങ്ങളുടെ ചോര തെരുവിൽ ഓടിയാർത്തു സൗമ്യമായി, കുഞ്ഞുങ്ങളുടെ കുഞ്ഞിച്ചോര പോലെ തന്നെ. ഇതെൻ്റെ ഒരു പ്രയോഗമാണ്, ഈ കുഞ്ഞിച്ചോര, ബ്ലഡ് എന്നേ ഉള്ളൂ. കുഞ്ഞുങ്ങളുടെ കുഞ്ഞിച്ചോര പോലെ തന്നെ. ഓ കുറുനരികൾ പോലും വെറുക്കുന്ന കുറുനരികൾ, വരണ്ട മുൾച്ചെടി പോലും കടിച്ചു തുപ്പിയെറിഞ്ഞു കളയുന്ന കല്ലുകൾ, അണലികളെ ലജ്ജിപ്പിക്കുന്ന അണലികൾ. നിങ്ങളോട് മുഖത്തോട് മുഖം നിന്ന് ഞാനത് കണ്ടു. അഹന്തയുടെയും കത്തികളുടെയും ഒരൊറ്റ വൻതിരയിൽ നിങ്ങളെ ഒന്നോടെ മുക്കിക്കൊല്ലുവാൻ സ്പെയിനിൻ്റെ രക്തം ഒരു വേലിയേറ്റം പോലെ കൂർത്തുയർന്നു. ചതിയൻ പടനായകരെ, ഇതാ കാണൂ എൻ്റെ മരിച്ച തറവാട്, കാണൂ ഈ തകർന്ന സ്പെയിൻ. വീടായ വീട്ടിൽ നിന്നെല്ലാം പൂക്കൾക്കു പകരം ഉരുകിയ ലോഹം ഒഴുകുന്നു. സ്പെയിനിൻ്റെ ഓരോ കൺകുഴിയിൽ നിന്നും സ്പെയിൻ പുറത്തു ചാടുന്നു. മരിച്ച ഓരോ കുട്ടിയിൽ നിന്നും കണ്ണുകളുള്ളൊരു തോക്കുയരുന്നു. ഓരോ കൊടുമ്പാതകത്തിൽ നിന്നും വെടിയുണ്ടകൾ ഉയർക്കൊള്ളുന്നു. ഈ വെടിയുണ്ടകൾ ഒരു ദിവസം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ കാളക്കണ്ണ് കണ്ടെത്തുക തന്നെ ചെയ്യും. നിങ്ങൾ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് അവൻ്റെ കവിത ഇലകളെയും കിനാവുകളെയും ജന്മനാട്ടിലെ കൂറ്റൻ അഗ്നിപർവ്വതങ്ങളെയും കുറിച്ച് സംസാരിക്കാത്തത്? വരൂ, ഈ തെരുവുകളിലെ രക്തം കാണൂ. വരൂ, കാണൂ ഈ തെരുവുകളിലെ രക്തം. വരൂ, രക്തം കാണൂ, ഈ തെരുവുകളിലെ രക്തം. ഈ കവിതാ വായനയിൽ ഏറ്റവും സന്തോഷകരമായ നിമിഷം, ഒരുപക്ഷെ അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷകളിലൊന്നും കാണാത്ത ഒരു വാക്ക് മാഷ് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. കുഞ്ഞുങ്ങളുടെ കുഞ്ഞിച്ചോര പോലെ. കുഞ്ഞിച്ചോര എന്ന ആ വിശേഷണം, ചോരയ്ക്ക് കുഞ്ഞിച്ചോര എന്ന വിശേഷണം കൊടുക്കുക എന്ന ഒരു ചെറിയ പൊടിക്കൈ മാഷ് ആ പരിഭാഷയിൽ ചെയ്തിട്ടുണ്ട്. അത് വളരെ കാലമായി മാഷിനോട് പറയണം എന്ന് ആഗ്രഹിച്ചിരുന്ന എനിക്ക് മാഷ് തന്നെ അത് പറഞ്ഞപ്പോൾ
വലിയ സന്തോഷം തോന്നി. ഒരു പരിഭാഷകൻ്റെ വലിയ ധന്യതയാണ് ഇതുപോലെ ചെറിയ പൊടിക്കൈകളിലൂടെ ഒരു കവിതാ വരിയെ തിളക്കിയെടുക്കുക എന്നത്. സച്ചിമാഷിൻ്റെ അടുത്ത തലമുറ കവിയായ, ഒരുപക്ഷെ എൻ്റെ തലമുറയിലെ കവിയായ, എൻ്റെ സുഹൃത്ത് കവിയും സഹോദരനും ആയ മനോജ് കുറൂരിനെ ഒരു കവിതയിലൂടെ, കവിത കൊണ്ട് തന്നെ സച്ചിമാഷ് പരിഭാഷപ്പെടുത്തിയ ഒരു നെരൂദ കവിതയാൽ തന്നെ ആ വിശ്വമഹാകവിയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ക്ഷണിക്കുന്നു. നമസ്കാരം. ഇന്ന് ഒരു വലിയ ഭാഗ്യമാണ് കിട്ടിയത്. പ്രത്യേകിച്ച് 1976 സച്ചിമാഷ് ആദ്യമായിട്ട് മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച, അല്ലെങ്കിൽ മലയാളത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട നെരൂദ കവിതകളിൽ എനിക്ക് തോന്നുന്ന ആദ്യത്തെ തന്നെയായിരിക്കും അങ്ങനെ ഒരു സമാഹാരം. അപ്പോൾ അതിനുശേഷം എത്രയോ പരിഭാഷകൾ നെരൂദയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. എങ്കിലും നമുക്ക് അദ്ദേഹത്തെ കൂടുതൽ അറിയുന്നത്, ഈ നെരൂദയെ കൂടുതൽ അറിയുന്നത് മാഷിൻ്റെ പരിഭാഷയിലൂടെ തന്നെയാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ പുസ്തകം പ്രകാശനം ചെയ്യാനുള്ള, ഞാനും സജയും ചേർന്ന് പ്രകാശനം ചെയ്യാനുള്ളൊരു ഭാഗ്യം കിട്ടി. അതിന് ആദ്യം തന്നെ നന്ദി പറയുന്നു. എനിക്ക് തോന്നുന്നത് ഒരു കവി പല കാലഘട്ടത്തിൽ വായിക്കപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വലിയ കവിയുടെ ലക്ഷണം തന്നെയാണ്. 70കളിൽ മാത്രമല്ല, 80കളിലും 90കളിലും പിന്നീട് അടുത്ത നൂറ്റാണ്ടിലും ഒക്കെ നിരൂത മലയാള കവികളെയും വായനക്കാരെയും തീർച്ചയായിട്ടും പ്രചോദിപ്പിക്കുന്നുണ്ട്. എൻ്റെ ഒരു കാരണം എനിക്ക് തോന്നുന്നത് ഈ വരൂ കാണൂ ഈ തെരുവുകളിലെ രക്തം എന്നതുപോലെ ഉള്ള സംഭവങ്ങൾ, അല്ലെങ്കിൽ അതിന് അടിസ്ഥാനമായിത്തീരുന്ന സ്പാനിഷ് സിവിൽ വാറോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള യുദ്ധങ്ങളും സ്വേച്ഛാധിപത്യവും പോലെയുള്ള സംഗതികൾ നിരന്തരം സമൂഹത്തിൽ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നിടത്തോളം ഇത്തരത്തിലുള്ള കവിതകൾ വീണ്ടും വീണ്ടും വായിക്കപ്പെടും എന്നുള്ളതാണ്. ഞാനും അതിലെ ഒരു കവിത, സ്വേച്ഛാധിപതികൾ എന്ന കവിത വായിക്കാം. ഇത് സച്ചിമാഷ് വിവർത്തനം ചെയ്ത, ഇന്ന് പ്രകാശനം ചെയ്ത ആ പുസ്തകത്തിലേതാണ്. സ്വേച്ഛാധിപതികൾ. കരിമ്പിൻ ചെടികൾക്കിടയിൽ ഒരു ഗന്ധം ബാക്കിയായി, രക്തത്തിൻ്റെയും മാംസത്തിൻ്റെയും ഒരു കലർപ്പ്, കുത്തിത്തുളച്ച് കയറി ഓക്കാനം വരുത്തുന്ന ഒരിതൾ, തെങ്ങിനുമിടയിൽ അസ്ഥികളുടെ അവശിഷ്ടങ്ങളും ഒച്ചയറ്റ മരണക്കിലുക്കങ്ങളും കൊണ്ട് ശ്മശാനങ്ങൾ നിറഞ്ഞിരിക്കുന്നു. സൗമ്യശീലനായ സ്വേച്ഛാധിപതി ഉച്ചിത്തൊപ്പികളും സുവർണവേണികളും കഴുത്തുപട്ടകളുമായി സംസാരിക്കുകയാണ്. ചെറുകൊട്ടാരം ഘടികാരം പോലെ തിളങ്ങുന്നു. ചിലപ്പോൾ കയ്യുറയണിഞ്ഞ പൊട്ടിച്ചിരികൾ ബന്ധപ്പെട്ട് ഇടനാഴികൾ പിന്നിട്ട് പുതുതായി കുഴിച്ചിട്ട മൃതശബ്ദങ്ങളും നീല ചുണ്ടുകളുമായി ചേർന്നലിയുന്നു. കരച്ചിൽ കാണാനാവില്ല, അതൊരു ചെടിയാണ്. അതിൻ്റെ വിത്തുകൾ ഭൂമിയിൽ നിർത്താതെ കൊഴിയുന്നു. അതിൻ്റെ വിടർന്ന കുരുട നിലകൾ വെള്ളമില്ലാതെ പോലും വളരുന്നു. ചതുപ്പ് നിലത്തെ പ്രേതജലത്തിൽ ചെതുമ്പലിനുമീതെ ചെതുമ്പലും ചേറും മൗനവും നിറഞ്ഞ മോന്തയുമായി വെറുപ്പ് അടിക്കടി വളർന്നിരിക്കുന്നു. ഇനി നമുക്ക് കുറച്ചുകൂടി ഗൗരവതരമായ നെരൂദ കവിതാ ചർച്ചയിലേക്ക് കടക്കാമെന്ന് വിചാരിക്കുന്നു. മലയാള കവിതയെ, മലയാളത്തിലെ ആധുനിക കവിതയെ, 70കളിൽ രൂപപ്പെട്ട രാഷ്ട്രീയ ആധുനികതയെ എങ്ങനെ നെരൂദ പരിഭാഷകളിലൂടെ സ്വാധീനിച്ചു, രൂപപ്പെടുത്തി എന്നതാണ് നമ്മുടെ പ്രധാന ചർച്ചാ വിഷയം. മലയാള കവിതയെ സംബന്ധിച്ച് മലയാള കവിതയിലെ ആധുനിക മലയാള കവിതയുടെ എഴുത്തച്ഛൻ എന്ന് ഞാൻ വിചാരിക്കുന്ന കവിയാണ് സച്ചിമാഷ്. ആ ആധുനികതയുടെ വിദേശിയായ എഴുത്തച്ഛൻ ചിലിയൻ എഴുത്തച്ഛൻ ആരെന്നതിൻ്റെ മറുപടിയാണ് പാബ്ലോ നെരൂദ എന്നത്. അതിൻ്റെ പിതാമഹനോ ആര് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് നെരൂദ എന്നത്. മലയാള കവിതയിലെ ആധുനികതയുടെ ചുവന്ന എഴുത്തച്ഛൻ എന്ന് വേണമെങ്കിൽ നമുക്ക് നെരൂദയെ വിശേഷിപ്പിക്കാം. ഈ നെരൂദ വിവർത്തനങ്ങളിലൂടെയാണ് ഒരുപക്ഷെ മലയാള കവിതയിൽ കാവ്യാത്മക ഗദ്യം, ബിംബനിബിഡമായ ഗദ്യം സാധ്യമാണ് എന്ന ഒരു നില വന്നു ചേർന്നത്. സച്ചിമാഷിൻ്റെ കവിതകളിലൊക്കെ നടപ്പിലായ, ഇപ്പോൾ സാർവത്രികമായി കഴിഞ്ഞ ആ ഗദ്യം, കാവ്യഗദ്യം നെരൂദ പരിഭാഷകളുടെ കൂടി ഫലമായാണ് രൂപപ്പെട്ടത് എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. അതുവരെ ഗദ്യം കവിതയുടെ ഒരു സ്വച്ഛന്ത മാധ്യമമായി മാറിക്കഴിഞ്ഞിരുന്നില്ല. നമുക്കറിയാവുന്ന പോലെ നെരൂദയുടെ കവിത ബിംബനിബിഡമായ
ഒരു ഭാഷാ ഗോപുരമാണ്. അതിനെ എങ്ങനെ ഗദ്യത്തിലൂടെ, മലയാള ഗദ്യത്തിലൂടെ ആവിഷ്കരിക്കാമെന്ന വെല്ലുവിളി സച്ചിമാഷെ പോലുള്ള കവികൾ സ്വയം ഏറ്റെടുത്തതിൻ്റെ ഫലമായി രൂപപ്പെട്ട ഗദ്യമാണ് ഇന്ന് മലയാള കവിതയുടെ സാർവത്രിക ഗദ്യമായി മാറിയിരിക്കുന്നത്. സച്ചിമാഷ് മാത്രമല്ല, ആർ രാമേന്ദ്രനെ പോലൊരു കവി ഏതാനും ചില കവിതകൾ വളരെ ലുബ്ധമായി നെരൂദയുടെ കവിതകൾ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ബാലേന്ദ്രൻ ചുള്ളിക്കാടൻ്റെ പ്രസിദ്ധമായ കഴിയും ഈ രാവിനിക്ക് ഏറ്റവും ദുഃഖഭരിതമായ വരികൾ കുറിക്കുവാൻ, ടുനൈറ്റ് ഐ ക്യാൻ റൈറ്റ് ദ സാഡസ്റ്റ് ലൈൻസ് എന്ന കവിതയുടെ പദ്യ പരിഭാഷ വളരെ പോപ്പുലറാണ്. ഒരു പക്ഷേ 40 വർഷമാറ്റായി ആ പരിഭാഷ നടന്നിട്ട്. 84 പരിഭാഷപ്പെട്ട ആ കവിതയ്ക്ക് ഇപ്പോഴും വായനക്കാരുണ്ട്, ആരാധകരുണ്ട്. ഇങ്ങനെ പല തരത്തിൽ പരിഭാഷപ്പെട്ടിട്ടുള്ള സച്ചിദാനന്ദം പുഴങ്കര നിത്യവും നീ നൃത്തം ചെയ്യുന്നു എന്ന എവരിഡേ യു ഡാൻസ് എന്ന കവിതയുടെ ഒരു പദ്യ പരിഭാഷ ഒരു സിനിമയ്ക്ക് വേണ്ടി, ഒരു സിനിമാഗാന രൂപത്തിൽ ചെയ്തിട്ടുണ്ട്, വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട്. നെരൂദയുടെ ഓർമ്മക്കുറിപ്പുകളുടെ ആദ്യ പരിഭാഷകൻ സാക്ഷാൽ ഗുരു നിത്യ ചൈതന്യ യതിയായിരുന്നു. പിന്നീടാണ് സച്ചിദാനന്ദൻ പുഴങ്കരയുടെ പരിഭാഷ. എന്നിങ്ങനെ പലതരത്തിൽ മലയാളി നെഞ്ചേറ്റിയിട്ടുള്ള 2004 നെരൂദയുടെ ജന്മശതാബ്ദി വർഷത്തിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ VR സന്തോഷ് എഡിറ്റ് ചെയ്ത ഒരു നിരൂധ പുസ്തകം പുറത്തിറങ്ങിയിട്ടുണ്ട്. പലതരത്തിലുള്ള നിരൂധ കവിതാ വിവർത്തനങ്ങളും ലേഖനങ്ങളും ഉൾക്കൊള്ളുന്നത്. മാഷിനോട് നമ്മുടെ ഈ വിലപിടിച്ച സമയം പാഴാക്കാതെ നമുക്ക് ചോദിക്കാനുള്ളത്, ഏതായിരുന്നു മാഷിൻ്റെ നിരൂധ കവിതയുമായിട്ടുള്ള ആ ആദ്യ അഭിമുഖീകരണ മുഹൂർത്തം? ആ ഫസ്റ്റ് എൻകൗണ്ടർ എവിടെയായിരുന്നു, എപ്പോഴായിരുന്നു, ഓർത്തെടുക്കാൻ സാധിക്കുമോ? നെരൂദ പോയട്രി എന്ന കവിതയിൽ പറയുമല്ലോ, അക്കാലത്താണ് കവിത എന്നെ തേടി വന്നത് എന്നതുപോലെ എക്കാലത്തായിരുന്നു, എങ്ങനെയായിരുന്നു, എപ്രകാരമായിരുന്നു അത് സംഭവിച്ചത്? 1960-കളിൽ, ഏത് വർഷമെന്ന് കൃത്യമായി എനിക്ക് ഓർമ്മയില്ല, ആണ് ഞാൻ പലപ്പോഴും ഗുരുതുല്യനായി കരുതുന്ന അയ്യപ്പ പണിക്കർ നെരൂദയുടെ ഒരു ചെറിയ കവിതാ സമാഹാരം ഇംഗ്ലീഷിൽ റോബർട്ട് ബ്ലായ് എന്ന പ്രശസ്തനായ അമേരിക്കൻ കവി പരിഭാഷപ്പെടുത്തിയ സമാഹാരം എനിക്ക് അയച്ചു തരുന്നത്. അത് 20 poems of love and a poem of despair, 20 പ്രണയ ഗീതങ്ങളും ഒരു നിരാശാഗീതവും എന്ന് പറയാം, നിരാശഗീതവും, ഇവ ആ ശീർഷകത്തിലുള്ളൊരു ചെറിയ കാവ്യ സമാഹാരമായിട്ടാണ് നെരൂദ ആദ്യമായി എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഏതാണ്ട് അതേ സമയത്ത് 68-ലോ 69-ലോ അയ്യപ്പ പണിക്കരാണ്, ഞാനല്ല, ആദ്യമായി പാബ്ലോ നെരൂദയുടെ ചില കവിതകൾ കേരള കവിതയ്ക്ക് വേണ്ടി പരിഭാഷപ്പെടുത്തുന്നത്. അതിനുശേഷമാണ് 1975-76 കാലത്ത് നിങ്ങൾ ഓർക്കുന്നത് വേറൊരു രീതിയിൽ കൂടിയായിരിക്കും, അടിയന്തരാവസ്ഥയുടെ കാലം എന്ന നിലയിൽ കൂടി, പി ഗോവിന്ദപിള്ള, സാഹിത്യപ്രിയൻ കൂടിയായിരുന്ന പി ഗോവിന്ദപിള്ള ഇരിഞ്ഞാലക്കുടയിൽ അന്ന് ഞങ്ങൾ താമസിച്ചിരുന്ന ആ പഴയ വീട്ടിൽ വന്ന് ഒരു കരാറുമായിട്ടാണ് അദ്ദേഹം വന്നത്. ഗ്രന്ഥശാല സഹകരണ സംഘം ഒരു പ്രസാധന സംരംഭം ആരംഭിക്കാൻ പോകുന്നു. അതിൽ ആദ്യത്തെ പുസ്തകങ്ങളായി 2 പുസ്തകങ്ങൾ സച്ചിദാനന്ദൻ ചെയ്തു തരണം. അതൊന്ന് ഹോച്ചിമിൻ്റെ ജയിൽ ഡയറിയാണ്, ഒന്ന് പാബ്ലോ നെരൂദയുടെ സ്വയം തിരഞ്ഞെടുത്ത കവിതകൾ എന്ന്. അതിനകം എന്നിൽ നെരൂദയുടെ മറ്റൊരു പുസ്തകം കൂടി വന്നു ചേർന്നിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടിരിക്കാവുന്ന മഞ്ഞച്ചട്ടയുള്ള പെലിക്കൻ പ്രസിദ്ധീകരിച്ച മോഡേൺ പോയറ്റ്സിൻ്റെ പരമ്പരയിൽ പ്രസിദ്ധീകരിച്ച നെരൂദ തന്നെ തിരഞ്ഞെടുത്ത PEN എന്ന സംഘടനയ്ക്ക് വേണ്ടി നെരൂദ തന്നെ തിരഞ്ഞെടുത്ത കവിതകളുടെ ഒരു സമാഹാരമായിരുന്നു അത്. പ്രധാനമായും അതിനെ ആശ്രയിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ ആദ്യത്തെ ഈ സമാഹാരം, നെരൂദ കവിതകളുടെ സമാഹാരം തയ്യാറാക്കിയത്. പിന്നീട് നെരൂദയുടെ പല പുസ്തകങ്ങളും ഒറ്റയ്ക്കൊറ്റയ്ക്കും നെരൂദ ഒരു വലിയ 1000-ലേറെ പേജുള്ള മറ്റൊരു വലിയ സമാഹാരവുമൊക്കെ എൻ്റെ കയ്യിൽ എത്തിച്ചേർന്നു. പലപ്പോഴായി ഞാൻ അവയിൽ നിന്നെല്ലാം ചില കവിതകൾ ഓരോ പതിപ്പിലും ചേർക്കുകയും ചെയ്തു. അപ്പോൾ അന്ന് ആദ്യമായി നെരൂദയെ വായിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ബിംബങ്ങളുടെ ഒരു ഭാഷ ഒരുപക്ഷെ എൻ്റെ കവിതയിലുണ്ടായിരുന്നു. അത് ഗദ്യമായിരുന്നില്ല. ആസന്നമരണ ചിന്തകൾ പോലുള്ള കവിതകളൊക്കെ ഞാൻ എഴുതുന്നത് നെരൂദയ്ക്ക് വായിച്ചതിന് ശേഷമല്ല. അപ്പോൾ എങ്ങനെയോ കവിതയുടെ ഒരു കേന്ദ്രം, കവിതയെ നിർണ്ണയിക്കുന്ന സുപ്രധാനമായൊരു ഘടകം ഇമേജ് അല്ലെങ്കിൽ കാവ്യബിംബമാണ് എന്ന ഒരു ധാരണ എന്നിൽ അനേകം കവികളുടെ വായന ഉറപ്പിച്ചിരുന്നു.
അത് ജീവിതത്തിൻ്റെ അവശിഷ്ടങ്ങൾ, അങ്ങനെയുള്ള എൻ്റെ ആദ്യകാല കവിതകളിൽ എഴുത്തച്ഛൻ എഴുതുമ്പോൾ മുതലായ അല്ലെങ്കിൽ രൂപാന്തരം മുതലായ ആദ്യകാല കവിതകളിൽ മുതൽ തന്നെ ഈ ബിംബങ്ങളുടെ ഒരു സാന്നിധ്യമുണ്ട്. ചിലപ്പോഴൊക്കെ ഒരു അതിപ്രസരം എന്ന് പോലും ഞാൻ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ വിളിക്കും. ബിംബങ്ങളൊരു അതിപ്രസരം തന്നെ ആ കാലത്തെ പല കവിതകളിലും ഉണ്ടായിരുന്നു. പക്ഷേ ആ ബിംബങ്ങളുടെ സാന്ദ്രത, സവിശേഷത, എങ്ങനെയാണ് ഒരു ഗദ്യഭാഷയെ, ഒരു ഗദ്യത്തെ കാവ്യഭാഷയാക്കി മാറ്റുന്നതിൽ ബിംബങ്ങൾക്ക് വലിയൊരു പങ്ക് വഹിക്കാൻ കഴിയുക, ഇത്തരം കാര്യങ്ങൾ എന്നെയും എന്നെപ്പോലെ അനേകം കവികളെയും പഠിപ്പിക്കുന്നതിൽ പാബ്ലോ നെരൂദയ്ക്ക് നിശ്ചയമായും ഒരു വലിയ സ്ഥാനം ഉണ്ടായിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം തന്നെ നെരൂദ ഒരു കവിയായിരുന്നില്ല, ഒരു കാലാവസ്ഥയായിരുന്നു എന്ന് പറയാം. കാരണം നെരൂദയോടൊപ്പം മറ്റനേകം കവികളും ആ കാലത്ത് ഏതാണ്ട് 68 മുതൽ 90 വരെയുള്ള കാലത്ത് എന്ന് പറയാം മലയാളത്തിൽ എത്തി. ഒരുപാട് ബ്ലാക്ക് അമേരിക്കൻ പോയറ്റ്സ്, അമേരിക്കയിലെ ബ്ലാക്ക് പോയറ്റ്സ് ആയിട്ടുള്ള ആളുകൾ, ലാങ്സ്റ്റൺ ഹ്യൂസിനെ പോലുള്ള ആളുകൾ വന്നു. അതുകൂടാതെ ആഫ്രിക്കയിൽ തന്നെയുള്ള ഘാനയിലും മറ്റുമുള്ള സെങ്കോറിനെ പോലുള്ള സെങ്കോർ, ഡേവിഡ് ദിയോപ്പ്, ബിരാഗോ ദിയോപ്പ്, ഇങ്ങനെയൊക്കെ അനേകം പേരുകളുണ്ട്. അങ്ങനെയുള്ള അനേകം കവികൾ വന്നു. ഐമേ സെസേറിനെ പോലെ ഫ്രഞ്ചിൽ എഴുതുന്ന ഒരു ബ്ലാക്ക് പോയിറ്റിൻ്റെ കവിതകളുടെ ചില ഭാഗങ്ങൾ പരിഭാഷപ്പെടുത്തപ്പെട്ടു. അതോടൊപ്പം തന്നെ ലാറ്റിൻ അമേരിക്കൻ കവികളുടെ ഒരു സമാഹാരവും ഞാൻ എഡിറ്റ് ചെയ്യുകയുണ്ടായി. ശിഖ എന്ന പിന്നീട് നിലച്ചുപോയ മറ്റു പല പ്രസാധന ഗൃഹങ്ങളെയും പോലെ ഹ്രസ്വായുസായിരുന്ന, അതിനുവേണ്ടി ലാറ്റിൻ അമേരിക്കൻ കവിതയുടെ മറ്റനേകം കവികളുടെ കൂടി നിക്കോളാസ് ഗിയൻ, നിക്കോനാർ പാറ, ഇങ്ങനെയുള്ള ചിലിയൻ പല ലാറ്റിൻ അമേരിക്കൻ നാടുകളിലെയും കവികളുടെ ഉൾക്കൊള്ളുന്ന കവിതകൾ ഞാൻ പരിഭാഷപ്പെടുത്തി ലാറ്റിൻ അമേരിക്കൻ കവിത എന്നൊരു സമാഹാരം എഡിറ്റ് ചെയ്തു. അതിനിടയ്ക്ക് ഒക്ടേവിയോ പാസിൻ്റെ അതിപ്രശസ്തമായ ദി സൺസ്റ്റോൺ, സൂര്യശില എന്ന കവിത കടമ്മനിട്ട രാമകൃഷ്ണൻ കേരള കവിതയ്ക്ക് വേണ്ടി പ്രസിദ്ധപ്പെടുത്തി. അതോടൊപ്പം ഞാനും KG ശങ്കരപ്പിള്ളയും ചേർന്ന് ഒരു നവയുഗത്തിൻ്റെ വിശേഷാൽ പ്രതിക്ക് വേണ്ടി വിശ്വവിപ്ലവ കവികൾ എന്ന പേരിൽ യൂറോപ്പിലെ ഒരുപാട് ലെഫ്റ്റ് ലീനിങ് എന്ന് പറയാവുന്ന ഇടതുപക്ഷ ചായ്വുള്ള കവികളുടെ, അതിൽ ഇംഗ്ലീഷ് കവികളും ഉണ്ടായിരുന്നു. സ്റ്റീഫൻ സ്പെൻഡറും WH ഓഡനും പോലുള്ള കവികളുണ്ടായിരുന്നു. മറ്റ് പ്രദേശങ്ങളിലെ യൂറോപ്യൻ കവികളുണ്ടായിരുന്നു. പോൾ എല്ലുവാദിനെ പോലുള്ള കവികൾ, ലൂയി അരഗങ്ങിനെ പോലുള്ള കവികൾ. ഈ കവികളുടെയൊക്കെ പരിഭാഷകൾ അത് ആ വിശേഷാൽ പതിപ്പിൻ്റെ ഒരു വലിയ സവിശേഷതയായിരുന്നു. ഇതെല്ലാം ചേർന്ന, ഇത് എത്ര വേണമെങ്കിലും പറഞ്ഞു പോകാവുന്നതാണ് കവികളുടെ പേരുകളും കവിതകളുടെ പേരുകളുമെല്ലാം. ഞാൻ പറയാൻ ശ്രമിച്ചത് ഇതെല്ലാം ചേർന്നാണ് വാസ്തവത്തിൽ ഒരു വലിയ അന്തരീക്ഷമായത്. പക്ഷേ അന്തരീക്ഷത്തിൽ ഉദിച്ചു നിന്ന സൂര്യൻ എന്ന് വിളിക്കാമെങ്കിൽ അത് നിശ്ചയമായും പാബ്ലോ നെരൂദയായിരുന്നു. കാരണം അതിന് അനേകം കാരണങ്ങളുണ്ട്. നെരൂദയുടെ, ഞാൻ ഇന്നലെയും അത് പറഞ്ഞതാണ്, T.S. എലിയറ്റ് ഒരു വലിയ കവിയുടെ 3 ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. അബണ്ടൻസ്, വെറൈറ്റി ആൻഡ് കംപ്ലീറ്റ് കമ്പിറ്റൻസ്. അതായത് സമൃദ്ധി, വൈവിധ്യം, പൂർണ്ണമായ രചനാസാമർഥ്യം. ഇത് 3ഉം ഒരേപോലെ സമന്വയിക്കുന്ന ഒരു അക്ഷരാർത്ഥത്തിൽ തന്നെ മഹാകവി ആണ് പാബ്ലോ നെരൂദ. സമൃദ്ധി, അനേകം പുസ്തകങ്ങൾ, അനേകം കവിതകൾ. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, കവിതകൾ മുളച്ചു വരുന്നതിൻ്റെ അസ്വാസ്ഥ്യത്തെപ്പറ്റി. ദേഹത്തിൽ മുളച്ചു വരുന്നത് പോലെ കവിതകൾ ഇങ്ങനെ നിരന്തരമായി തന്നെ തന്നിൽ നിന്ന് ഉത്ഭവിക്കുന്നതിൻ്റെ അസ്വാസ്ഥ്യത്തെയും ആനന്ദത്തെയും കുറിച്ച്, അല്ലെങ്കിൽ അസ്വസ്ഥമായ ആനന്ദത്തെക്കുറിച്ച് നെരൂദ തന്നെ പലപ്പോഴും തൻ്റെ അഭിമുഖ സംഭാഷണങ്ങളിലും ആത്മകഥയിലും ഒക്കെ പറയുന്നുണ്ട്. അത്രയും സ്വാഭാവികമായിരുന്നു നെരൂദയെ സംബന്ധിച്ചിടത്തോളം കവിത എന്നത്. അത് കൃത്രിമമായി ആരെങ്കിലും ഒരു വിഷയം നൽകിയത് കൊണ്ടോ, ആരെങ്കിലും ഒരു കവിത ഒരു വിശേഷാൽ പതിപ്പിന് ആവശ്യപ്പെട്ടത് കൊണ്ടോ എഴുതപ്പെട്ട കവിതയായിരുന്നില്ല. അത് ആത്മാവിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന്, അയൽക്കാരിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന് ഒക്കെ തന്നെ സ്വാഭാവികമെന്ന പോലെ, വന്യമായ സസ്യങ്ങളെപ്പോലെ സ്വാഭാവികമെന്ന പോലെ ഉയർന്നു വന്ന കവിതയായിരുന്നു. അതിൻ്റെ ആ ജൈവ സ്വഭാവം തന്നെയായിരുന്നു ഒരുപക്ഷെ ആ കവിതകളുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് അതിനൊരു അബണ്ടൻസ് ഉണ്ടായത്. ഞാൻ എൻ്റെ ഒരു കവിതയിൽ എഴുതിയിട്ടുണ്ട്, കാടുകൾ പോലുള്ള കവിതകളുമുണ്ട്,
കൊണ്ട് വെട്ടി നിർത്തിയ ഉദ്യാനങ്ങൾ പോലുള്ള കവികളുമുണ്ട് എന്ന്. ചില കവികൾ കാടുകൾ പോലെയാണ്. അതിൽ ചെറിയ കവിതകൾ കാണും, നിങ്ങൾക്കൊന്നും വളരെ ഇഷ്ടമല്ലാത്ത കവിതകളും കണ്ടേക്കും. അതിൽ ചെറിയ, കാരണം ഒരു കാടിനെ ഉണ്ടാക്കുന്നത് അതിലെ വൻവൃക്ഷങ്ങൾ മാത്രമല്ല, അതിലെ കുറ്റിച്ചെടികളും പുല്ലുകളും ഉൾപ്പെടെയുള്ള അനേകം സസ്യങ്ങൾ ആണ്. അങ്ങനെ നെരൂദ ആ തരത്തിൽ കാട് പോലുള്ള അല്ലെങ്കിൽ സമുദ്രം പോലുള്ള വ്യാപ്തിയും വൈവിധ്യവുമുള്ള ഒരു മഹാകവിയായിരുന്നു. അപ്പോൾ സമൃദ്ധി ഉണ്ടായിരുന്നു, വൈവിധ്യമുണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തെ പലരും അറിയുന്നത് ഒരു രാഷ്ട്രീയ കവി എന്ന നിലയിലാണ്. എന്നാൽ അദ്ദേഹം അങ്ങനെ അതിൻ്റെ പ്രത്യക്ഷാർത്ഥത്തിലുള്ളൊരു രാഷ്ട്രീയ കവി മാത്രമായിരുന്നില്ല. പ്രത്യക്ഷമായ രാഷ്ട്രീയ കവിതകൾ അദ്ദേഹം ധാരാളം എഴുതിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പല ഉത്തമ കവിതകളിലും രാഷ്ട്രീയത്തെക്കാളേറെ മനുഷ്യാവസ്ഥയെ അഭിമുഖീകരിക്കാനുള്ള, വാക്കുകളിലൂടെ അഭിമുഖീകരിക്കാനുള്ള പരിശ്രമമാണ് കാണുക. തൻ്റെ കാലത്തെ ഭൂമിയെ, തൻ്റെ കാലത്തെ മനുഷ്യനെ സംബോധന ചെയ്യുകയും അവരുടെ എല്ലാം അഗാധമായ ആഭ്യന്തര സംഘർഷങ്ങളെ അടയാളപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു കവിയെയാണ് നമുക്ക് നെരൂദയിൽ കാണാൻ കഴിയുക. അത് അദ്ദേഹത്തിൻ്റെ കവിതയ്ക്ക് വലിയ വൈവിധ്യം ചാർത്തി കൊടുത്തിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ ധാരാളം പ്രണയ കവിതകൾ, ഏറ്റവും അധികം പ്രണയ കവിതകൾ എഴുതിയ ലാറ്റിൻ അമേരിക്കൻ കവി നിശ്ചയമായും നെരൂദ തന്നെയായിരിക്കും. പല സ്ത്രീകളെയും അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള പ്രണയ കവിതകൾ അദ്ദേഹത്തിൻ്റെതായുണ്ട്. അത് അദ്ദേഹത്തിൻ്റെതായി തന്നെ വിപ്ലവത്തെക്കുറിച്ചും വരാനിരിക്കുന്ന മനുഷ്യൻ്റെ പുതിയ സമൂഹത്തെക്കുറിച്ചും ഉള്ള സ്വപ്നങ്ങൾ കാണുന്ന രീതിയിലുള്ള കവിതകളുണ്ട്. അതേസമയം നേരത്തെ സജയ് സൂചിപ്പിച്ചതുപോലെ ഒഡാസ് എലമെൻ്റാലിസ് എന്ന് പറയുന്ന ഓഡ്സ് ടു ദ എലമെൻറ്റ്സ്, അതായത് ഭൂമിയിലെ സാധാരണ പറഞ്ഞാൽ എലമെൻറ്റ്സ് എന്നുള്ള അവിടെ ഉദ്ദേശിക്കുന്നത് ചെറിയ ചെറിയ വസ്തുക്കൾ എന്നുള്ള അർത്ഥത്തിലാണ്. ചെറിയ ചെറിയ വസ്തുക്കൾക്ക് വേണ്ടി എഴുതപ്പെട്ട വാഴ്ത്തുകൾ അല്ലെങ്കിൽ ഗീതകങ്ങൾ, ആ രീതിയിൽ തക്കാളിയെക്കുറിച്ചും ഉപ്പിനെക്കുറിച്ചും നിഘണ്ടുവിനെക്കുറിച്ചും ഒക്കെ എഴുതിയിട്ടുള്ള ഒരുപാട് അവസാന കാലത്ത് എഴുതിയ പക്വം എന്ന നിശ്ചയം പറയാവുന്ന കവിതകളും അദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട്. അപ്പോൾ പ്രണയ കവിതകളുണ്ട്, രാഷ്ട്രീയ കവിതകളുണ്ട്, എല്ലാ വസ്തുക്കളിലും കവിത കണ്ടെത്തുന്ന തരത്തിലുള്ള കവിതകളുമുണ്ട്. ഇതെല്ലാമാണ് നെരൂദയെ ഈ 3 ഗുണങ്ങളുമുള്ള ഒരു കവിയാക്കി. ഈ കമ്പീറ്റൻസ് എന്ന് പറയുന്നത് രചനാ സാമർഥ്യം, അത് ഏതാണ്ട് അദ്ദേഹത്തിൽ സ്വാഭാവികമെന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയാം. എവിടെയാണ് ഒരു ബിംബം പ്രയോഗിക്കേണ്ടത്, ഏത് രീതിയിലാണ് ബിംബങ്ങൾ കവിതയിൽ ഒഴുകി നിറയേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായൊരു ധാരണ, എവിടെയാണ് കവിത നിർത്തേണ്ടത് എന്നത്. ഇത് ഞാൻ പറയുന്നത് കവിത എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടി കൂടിയാണ്. കാരണം കവിതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യങ്ങളിലൊന്ന് ആ കവിതയുടെ അവസാനത്തെ വരിയോ അല്ലെങ്കിൽ അവസാനത്തെ 2 വരികളോ ആണ്. അതാണ് പെട്ടെന്ന് ആ കവിതയെ അതുവരെ അത് ഒഴുകിക്കൊണ്ടിരുന്ന ഒരു തിരശ്ചീനമായ തലത്തിൽ നിന്ന് ലംബമെന്ന് പറയാവുന്ന രീതിയിലേക്ക് അതിനെ ഉയർത്തിക്കൊണ്ടുപോകുന്നത്. അതിനെക്കുറിച്ചുള്ള കവിത എങ്ങനെ അവസാനിക്കണം, ഈ വരൂ കാണൂ ഈ തെരുവുകളിലെ രക്തം എന്ന വരി പോലെ ആ കവിതയെ മുഴുവൻ തന്നെ ഒരു വരിയിൽ സംഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു വരി. അങ്ങനെ അനേകം കവിതകളിൽ അത് കാണാൻ കഴിയും, അത്തരത്തിലുള്ള അവസാന വരികൾ. അപ്പോൾ അങ്ങനെ കവിതയുടെ ഘടനയെക്കുറിച്ച്, കവിതയിലെ ബിംബങ്ങളെക്കുറിച്ച്, കവിതയിലെ വരികളുടെ വിന്യാസത്തെക്കുറിച്ച്, കവിതയിൽ ഉപയോഗിക്കേണ്ട ഭാഷയുടെ സവിശേഷ ലാവണ്യത്തെക്കുറിച്ച് ഒക്കെ അത്യഗാധമായ ബോധമുണ്ടായിരുന്ന ഒരു കവിയായിരുന്നു നെരൂദ. ആ അർത്ഥത്തിലാണ് നെരൂദ എല്ലാ കാലത്തെയും വലിയ കവികളിൽ ഒരാളായി മാറുന്നത്. ആ അർത്ഥത്തിൽ തന്നെയാണ് നെരൂദ ഒരു കാലത്ത് കേരളത്തിലെ കവിതയിലെ ഒരു പ്രധാനപ്പെട്ട കാലാവസ്ഥയായി മാറുകയും അനേകം ആ കാലത്ത് എഴുതിക്കൊണ്ടിരുന്ന കവികളെ എങ്ങനെയാണ് വെറും ഗദ്യത്തെ മഹാകവിതയാക്കി മാറ്റുക എന്ന് പഠിപ്പിക്കുകയും ചെയ്തത്. സച്ചിമാഷ് ഇവിടെ പറഞ്ഞതുപോലെ നെരൂദയ്ക്കൊരു സ്തുതിഗീതമെന്നോ മറ്റോ പേരിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ഒരു കവിതയുണ്ട്. അതിൽ ഈ മഞ്ഞ പുസ്തകത്തെപ്പറ്റി, മഞ്ഞ നിറമുള്ള പുസ്തകത്തെപ്പറ്റി, മഞ്ഞ പുസ്തകമല്ല ചെറുനാരങ്ങ നിറമുള്ള പുസ്തകത്തിൻ്റെ പടിഞ്ഞാറ് നിൻ്റെ രക്തത്തിൻ്റെ ഹരിത ഗർജനം ഞാൻ കേൾക്കുന്നു എന്നൊരു വരിയുണ്ട്. പുസ്തകം വായിക്കുമ്പോൾ, കാവ്യപുസ്തകം വായിക്കുമ്പോൾ തൊട്ടു പടിഞ്ഞാറ് അറബിക്കടലിൻ്റെ ഇരമ്പം പോലെ സമീപസ്ഥനായിരുന്നു മലയാളിക്ക് പാബ്ലോ നെരൂദ. ഈ അടുത്താണ് മാഷിയുടെ പരാമർശിച്ച 20 ലവ് പോയംസ് ആൻഡ് സോങ് ഓഫ് ഡെസ്പെയർ എന്ന പുസ്തക രൂപത്തിൽ ആദ്യമായി ഞാൻ കാണുന്നത്. പക്ഷേ പുസ്തകം തുറന്നപ്പോഴാണ് ആ കവിതകളെല്ലാം പണ്ടേ വായിച്ചിരിക്കുന്നു. നമ്മൾ വായിച്ചിട്ടില്ലാത്ത, ശരാശരി മലയാളി, വായനക്കാരിയായ മലയാളി വായിച്ചിട്ടില്ലാത്ത ഒരൊറ്റ കവിത പോലും ഉണ്ടാവില്ല നെരൂദയുടെ സോങ് ഓഫ് ഡെസ്പെയർ ആൻഡ് 20 ലവ് പോയംസ് ആൻഡ് സോങ് ഓഫ് ഡെസ്പെയർ എന്ന ചെറു പുസ്തകത്തിൽ. നെരൂദയുടെ ആദ്യത്തേതോ രണ്ടാമത്തേതോ ആയ പുസ്തകമാണത്.
ഇത്തരത്തിൽ ഈ സുപരിചിതത്വമാണ് നെരൂദയെ മലയാളിയോട് ഇപ്പോഴും എപ്പോഴും എല്ലാ കാലത്തും അടുപ്പിച്ച് നിർത്തുന്നത്. ഇത്രയും പരിചിതനായ ഒരു കവി മലയാളിക്ക് മലയാളത്തിൽ പോലും ഇല്ല എന്നതുകൊണ്ട് സച്ചിമാഷൻ്റെ അടുത്ത തലമുറയിൽപ്പെടുന്ന കവിയും നോവലിസ്റ്റുമായ മനോജ് കുറൂരിനും തൻ്റെ നെരൂദ അനുഭവം നിശ്ചയമായും പങ്കുവയ്ക്കാനുണ്ടാകും. കാരണം ഈ വാതിലിലൂടെ കടന്നല്ലാതെ ആരും കവിതയിൽ എത്തിയിട്ടില്ല. നെരൂദ എന്ന വാതിലിലൂടെ കടന്നല്ലാതെ ഒരുപക്ഷെ നെരൂദയുടെ പ്രണയ കവിതകളായിരിക്കും. മാഷ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിത്യവും നീ നൃത്തം ചെയ്യുന്നു എന്ന കവിതയുടെ അവസാനത്തെ വരികൾ ഹൃദയസ്ഥമാവാത്ത ഒരു കൗമാരക്കാരനോ കൗമാരക്കാരിയോ കേരളത്തിൽ ഉണ്ടാവില്ല. കവിതാ വായനക്കാരനാണെങ്കിൽ, കവിതാ വായനക്കാരിയാണെങ്കിൽ ആ വരികൾ നിങ്ങളിപ്പോൾ തന്നെ ഉരുവിടുന്നുണ്ടാവും മനസ്സിൽ. ചെറിമരത്തോട് വസന്തം ചെയ്യുന്നത് എനിക്ക് നീയുമായി ചെയ്യണം എന്ന ആ പര്യവസാനമാണ് ആ കവിതയെ ഉജ്ജ്വലമാക്കുന്നത് എന്നതുപോലെ നെരൂദയുടെ ഈ രണ്ട് പര്യവസാനങ്ങളും വെച്ചിട്ട് ആരാണ് നെരൂദ എന്ന് നമുക്ക് പറയാം അല്ലേ? ഒരു പ്രണയ കവിതയുടെ പര്യവസാനം വെച്ചിട്ടും ഒരു വിപ്ലവ കവിതയുടെ പര്യവസാനം വെച്ചിട്ടും വേണമെങ്കിൽ തണ്ണിമത്തനെക്കുറിച്ചുള്ള ആ കവിതയിലെ ആ കേന്ദ്ര വരികൾ വെച്ചിട്ടും മനോജ് നമ്മോട് അദ്ദേഹത്തെ കവിതയിലേക്ക് മുറിപ്പെടുത്തിയ അല്ലേ, ഏറ്റ്സിൻ്റെ ഒരു പ്രയോഗമാണല്ലോ. ഏറ്റ്സിനെ പറ്റി ഓടൻ്റെ ഒരു പ്രയോഗമുണ്ടല്ലോ, മാഡ് അയർലൻഡ് ഹേർട്ട് ഹിം ഇൻടു പോയട്രി എന്നതുപോലെ തന്നെ കവിതയിലേക്ക് മുറിപ്പെടുത്തിയ നെരൂദയെപ്പറ്റി മനോജ് സംസാരിക്കും. തീർച്ചയായിട്ടും ഞാൻ ആദ്യം വായിക്കുന്നത് സച്ചിദാനന്ദ മാഷ് പരിഭാഷപ്പെടുത്തിയ പാബ്ലോ നെരൂദയുടെ ഇന്ന് പ്രകാശനം ചെയ്ത ഈ പുസ്തകത്തിൻ്റെ പഴയ പതിപ്പ് തന്നെയാണ്. അത് ഒരു തരത്തിൽ പറഞ്ഞാൽ പാബ്ലോ നെരൂദ എന്ന കവിയിലേക്ക് മാത്രമായിട്ടുള്ള ഒരു ചെല്ലലല്ല, പകരം എനിക്ക് തോന്നുന്നത് ലാറ്റിൻ അമേരിക്കയിലെ തന്നെ പ്രധാനപ്പെട്ട മറ്റ് പല കവികളെയും പരിചയപ്പെടുന്നതിനുള്ള ഒരു ആദ്യത്തെ പടി എനിക്ക് തോന്നുന്നത് നെരൂദയുടെ വായന തന്നെയാണ്. ഒരു തരത്തിൽ നെരൂദയുടെ സ്വാധീനം എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പകരം എപ്പോഴും സംശയത്തോടു കൂടി കാണുന്ന ഒരു തലം കൂടി അതുകൂടി നെരൂദയ്ക്കുണ്ട് എന്നുള്ള കാര്യം സൂചിപ്പിക്കാം. കാരണം ഇപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ നമുക്ക് 1950-കളിലെ 60-കളിലെയൊക്കെ കവിത എടുത്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് 60-കളുടെ പകുതി വരെയുള്ളൊരു കവിത എടുത്താൽ കൂടുതൽ വൈയക്തികമായ ഒരു തലം, കൂടുതൽ വൈയക്തികമാണ്. അതോടൊപ്പം തന്നെ ഈ ശ്ലഥബിംബങ്ങൾ എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുള്ള അത്തരത്തിലൊക്കെയുള്ള സംഗതികൾ, അത്തരത്തിൽ കൂടുതൽ വൈയക്തികമായ അനുഭവങ്ങൾ, പ്രത്യേകിച്ച് മാധവൻ അയ്യപ്പത്തിൻ്റെയോ അല്ലെങ്കിൽ അയ്യപ്പണിക്കർ സാറിൻ്റെ തന്നെ ചില കവിതകൾ, ഇങ്ങനെ ആ തരത്തിലുണ്ടായിരുന്ന ഒരു നിലയിൽ നിന്നാണ് അതിന് അടുത്ത ഒരു ഘട്ടത്തിലേക്ക് ഇതിനൊരു രാഷ്ട്രീയ മുഖം, ഒരു ജനങ്ങളുടേതായിട്ടുള്ളൊരു മുഖം, അല്ലെങ്കിൽ ജനങ്ങളോട് സംവദിക്കുന്ന, ജനങ്ങളെ ചേർത്ത് നിർത്താൻ, ജനങ്ങളുടെ ഭാഗമായി തീരുന്ന ഒരു മുഖം മലയാള കവിതയ്ക്ക് ഉണ്ടാവുന്നത് സച്ചിമാഷ് നേരത്തെ പറഞ്ഞ പോലെ മാഷും കെ ജി ശങ്കരപ്പിള്ളയും ഒക്കെ ഉൾപ്പെടുന്ന ആ തലമുറ, കടമ്മനിട്ട് രാമകൃഷ്ണനും ഒക്കെ ഉൾപ്പെടുന്ന ആ തലമുറ ഈ രീതിയിലേക്ക്, അല്ലെങ്കിൽ ഇതിനൊരു രാഷ്ട്രീയ തലത്തെ കൂടി സംബോധന ചെയ്യാൻ ശ്രമിക്കുന്നതോടു കൂടിയാണ്. എനിക്ക് തോന്നുന്നത് മലയാളിക്ക് 2-3 സ്വഭാവ സവിശേഷതകൾ തോന്നാറുണ്ട്. അതൊന്ന് കാൽപ്പനികതയോടുള്ള ഒരു ഭ്രമമാണ്, അതോടൊപ്പം തന്നെ മറ്റൊന്ന് രാഷ്ട്രീയത്തോടുള്ള ഭ്രമം. അപ്പം ഭ്രമം എന്നല്ല, ഞാനിത് അരുതാത്തൊരു കാര്യം എന്നുള്ളത് എനിക്കല്ല പറയുന്നത്, പകരം എന്താണ് അത്തരത്തിൽ ഈ രണ്ട് സംഗതികൾ എപ്പോഴും നമ്മൾ ഏത് സംഗതിയിൽ നിന്നും പ്രതീക്ഷിക്കും, കവിതയിൽ നിന്നും കലയിൽ നിന്നും ഏത് സംഗതിയിൽ നിന്നും ഈ രണ്ട് ഘടകങ്ങൾ പ്രതീക്ഷിക്കും. പ്രത്യേകിച്ച് ഒരു കാൽപ്പനിക തലവും ഒരു രാഷ്ട്രീയ തലവും, അതേപോലെ തന്നെ ഒരു സംസ്കാരത്തെക്കുറിച്ചുള്ള ചിന്തകളും ഇതേപോലെ തന്നെ എന്നോട് ചേർത്ത് വയ്ക്കാവുന്ന. എനിക്ക് തോന്നുന്നു ഈ 3 മേഖലയിലും ഒരേപോലെ മലയാളിയെ തൃപ്തിപ്പെടുത്തുന്ന കവിയാണ് നെരൂദ. കാരണം വെച്ചാൽ ഇപ്പോൾ 20 Poems of Love പോലെയുള്ള ആദ്യകാല സമാഹാരങ്ങളുണ്ട്, അതേപോലെ തന്നെ പിന്നീട് ഈ പറഞ്ഞ മാച്ചുപിച്ചുവിൻ്റെ ഉയരങ്ങൾ എന്നുള്ളിടത്ത് ഇൻകാ സംസ്കാരത്തിൻ്റെ ആഴങ്ങളിലേക്ക് എത്തുന്ന ആ രീതിയിലുള്ള കവിതകളുണ്ട്. പിന്നെ ഈ ചില കാര്യങ്ങളുടെ വിശദീകരണം പോലെ നിരവധി കവിതകൾ, സ്പാനിഷ് യുദ്ധത്തെക്കുറിച്ച് തന്നെ 21 കവിതകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ വെച്ചാൽ ഈ രീതിയിൽ രാഷ്ട്രീയ മുഖം ഉള്ള കവിതകൾ ഇവയും നെരൂദ ധാരാളം എഴുതിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ തരത്തിൽ എനിക്ക് തോന്നുന്നു മലയാളിയുടെ ഒരു സാംസ്കാരിക ജീവിതത്തെ, രാഷ്ട്രീയ ജീവിതത്തെ ഏറ്റവും അധികം എനിക്ക് തോന്നുന്നത് നേരത്തെ പറഞ്ഞ പോലെ നെരൂദ ഒരു കാലാവസ്ഥയാണ്. ആ ഒരു സമയം, ആ ഒരു കാലം ഈ നെരൂദയെ കണ്ടെത്തുകയാണ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ മലയാളത്തിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ആ ഒരു സമകാലികമായ സാംസ്കാരിക രാഷ്ട്രീയ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിൻ്റെ ഒരു അന്തർദേശീയമായ ഒരു ബലം, ആ ബലത്തെ കണ്ടെത്തുകയാണ് നെരൂദയിലൂടെ ചെയ്തതെന്നാണ് തോന്നുന്നത്. അല്ലാതെ നെരൂദ നേരിട്ട് ഒരു സ്വാധീനം അത് സച്ചിമാഷിൽ പോലും നേരിട്ട് ചെലുത്തിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം
മാഷ്ടെ പരിഭാഷയിലൂടെ നമ്മൾ വായിക്കുമ്പോഴേക്കും നെരൂദയുടെ കവിതയാണ് വായിക്കുന്നത്, പക്ഷേ മാഷ്ടെ പരിഭാഷയാണ്, മാഷ്ടെ ഭാഷയിലൂടെയാണ് അത് വായിക്കുന്നത്. അപ്പോൾ ആ മാഷ്ടെ ഭാഷയിലൂടെ വായിക്കുമ്പോഴേക്കും ആ ഭാഷയിലൂടെയാണ് നമ്മൾ നെരൂദയെ അറിയുക. ഇപ്പം ബാലേന്ദ്ര ചുള്ളിക്കാട് വേറൊരു തരത്തിലത് പരിഭാഷപ്പെടുത്തുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഭാഷയിലാണത് പരിഭാഷപ്പെടുന്നത്. അപ്പോൾ ആ രീതിയിലുള്ളൊരു വ്യത്യാസം വാസ്തവത്തിൽ ഈ പരിഭാഷകൾ കൊണ്ട് മാത്രമല്ല, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ തുടക്കകാലം മുതൽ തന്നെ ഈ രണ്ട് വശം ഡിബേറ്റബിൾ ആയിട്ടുള്ളൊരു വശം എപ്പോഴും കവിതയെ സംബന്ധിച്ച് നിലനിന്നത്. അതുകൊണ്ടാണ് ഗബ്രിയേൽ ഗാർസിയ മാർക്കേസ് 20-ാം നൂറ്റാണ്ടിലെ ഏത് ഭാഷയിലും ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ കവി എന്ന് ഒരു സ്ഥലത്ത് നെരൂദയെ വിശേഷിപ്പിക്കുന്നു. അപ്പോൾ റാമോൺ ഹിമാനസിനെ പോലെ ഒരാൾ വന്നിട്ട് എ ഗ്രേറ്റ് ബാഡ് പോയറ്റ് എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നു മറുവശത്ത് നിന്നിട്ട്. അപ്പോൾ ഇങ്ങനെ ഈ രണ്ട് വശവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എല്ലാ സമയത്തും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കവിതയിൽ ഏത് സമയത്ത് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് നൊബേൽ സമ്മാനം കൊടുക്കുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ ആ വിവാദപരതയ്ക്കാണ് അതിൽ ഊന്നൽ കൊടുത്ത് പറഞ്ഞിട്ടുള്ളത്. സാധാരണ നൊബേൽ സമ്മാനം പ്രശംസിച്ചാണ് പറയുന്നതെങ്കിൽ നെരൂദയെ പറ്റി പറയുമ്പോഴേക്കും അതിൻ്റെ ഒരു വിവാദപരതയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പറയുന്നത്. ഞാൻ പറഞ്ഞ ഈ രീതിയിൽ ഉള്ള ഒരു മറുവശം കൂടി. ഇപ്പോൾ ഞാൻ ഈ ലോകത്തേക്ക് വന്നത് പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാനല്ല, പാടാൻ വേണ്ടിയിട്ട് മാത്രമാണ് എന്ന് നെരൂദയുടെ വളരെ പ്രശസ്തമായ വരികൾ ഇപ്പോൾ നിക്കോനോർ പാറ അതിന് മറുപടിയായിട്ട് ഇതേപോലെ തന്നെ എഴുതുന്നു. അത് പക്ഷികൾ പാടത്തെ മനുഷ്യർ സംസാരിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞ വെച്ചാൽ ഈ രീതിയിൽ മറുവശം, അതായത് നെരൂദയുടെ ഒരു മറുവശം കൂടി ഏത് സമയത്തും ലോക കവിതയിലെ ഇതര പ്രദേശങ്ങളിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം പറയുകയാണ്. എനിക്ക് തോന്നുന്നത് പിൽക്കാലത്ത് ഇത്തരത്തിലുള്ള വിമർശനങ്ങളും കൂടി മലയാള കവികൾ കൂടുതൽ ചർച്ച ചെയ്യുന്നുണ്ട്. ആ ചർച്ചയിലൂടെ നെരൂദയെ ഒരു ആദർശബിംബം എന്നുള്ള നിലയ്ക്കല്ല കാണുക, അതിനു പകരം ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള സംശയങ്ങളോട് കൂടിയാണ് നെരൂദയുടെ കവിതയെയും തുടർന്നുള്ള തലമുറ സമീപിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ട് തരത്തിലുള്ള കാവ്യ സമീപനങ്ങൾ സാധ്യമാണ് എന്ന് തോന്നുന്നു. ഒന്ന്, കവിത കടലാണ്, കവിതയുടെ കടൽ. വൈലോപ്പിള്ളി പറയുന്ന പോലെ ജീവിതത്തിൻ്റെ മഷിപ്പാത്രം ആണ് ഞങ്ങളുടെ കവിതയുടെ മഷിപ്പാത്രം, ജീവിതത്തിൻ്റെ കടലാണല്ലേ എന്നതുപോലെ ആ വൈപുല്യം കവിതയ്ക്കും സാധ്യമാണ്, ആ സമൃദ്ധി എന്ന ഒരു സമീപനം. മറ്റൊന്ന്, ഈ കടൽ കുറുക്കിയെടുക്കുന്ന ഒരു തരി ഉപ്പാണ് കവിത എന്നതുപോലെ മിനിമലിസ്റ്റിക്കായും കവിതയെ കാണാം. അത്തരക്കാരുടെ എതിർപക്ഷത്താണ് നെരൂദ. കവിതയുടെ യേശുക്രിസ്തു വെള്ളം വീഞ്ഞാക്കി എന്ന് നമുക്കറിയാം, അല്പം വെള്ളം, പക്ഷേ ഇതൊരു കടലിനെ തന്നെ വീഞ്ഞാക്കി മാറ്റിക്കളഞ്ഞ ഒരു മാന്ത്രികൻ്റെ, ഭാവനാമാന്ത്രികൻ്റെ പേരാണ് പാബ്ലോ നെരൂദ എന്നത്. സമൃദ്ധിയുടെ കവിയാണ്. സ്റ്റീഫൻ മിച്ചൽ എഡിറ്റ് ചെയ്തൊരു നെരൂദ കവിതാ സമാഹാരമുണ്ട്, പല സമാഹാരങ്ങളുള്ളതുപോലെ. അതിൻ്റെ ചെറിയൊരു മുഖവുരയിൽ അദ്ദേഹം പറയുന്ന വളരെ ഹൃദ്യമായൊരു വാക്യമുണ്ട്. ദ ജോയ് ഓഫ് ഓവർഫ്ലോയിങ് ലാംഗ്വേജ്, കവിഞ്ഞൊഴുകുന്ന ഭാഷയുടെ ആനന്ദം. അവിടെ ജോയ് എന്ന വാക്കിന് മറ്റ് പരിഭാഷകളില്ല, ആനന്ദം എന്ന് മാത്രം പരിഭാഷപ്പെടുത്താവുന്ന വിധം. ദ ജോയ് ഓഫ് ഓവർഫ്ലോയിങ് ലാംഗ്വേജ്, ഓവർഫ്ലോ ആണ്. വേർഡ്സ്വർത്തിൻ്റെ ഓവർഫ്ലോയൊക്കെ നിസ്സാരമാക്കി കളയുന്ന വലിയ പ്രളയസമാനമായ ഭാഷയുടെ ആ കവിഞ്ഞൊഴുക്കിൻ്റെ പേരായിരുന്നു നെരൂദ. ഇനിയുള്ള അല്പസമയം വേണമെങ്കിൽ മാഷിനോട് എനിക്ക് ഒന്നുകൂടി ചോദിക്കാനുണ്ട്. ഈ ഇംപ്യുവർ പോയട്രി എന്ന നെരൂദയുടെ കാവ്യസങ്കല്പം എത്രമാത്രം മാഷിൻ്റെ വ്യക്തിഗത കാവ്യസങ്കല്പവുമായി ചേർന്ന് പോകുന്നു എന്ന്. അതിനുശേഷം നമുക്ക് പരസ്പരം മാഷിനോടും മനോജിനോടും സംവദിക്കാനുള്ള ഒരു അവസരമാണ്. നെരൂദയുമായി ബന്ധപ്പെട്ട എൻ്റെ 3 കൃതികളുണ്ട്. ഒന്ന്, പാബ്ലോ നെരൂദയെ പറ്റി നടത്തിയ ഒരു പ്രഭാഷണമാണ്, അതൊരു പുസ്തകമാണ്. മറ്റൊന്ന്, സമീപകാലത്ത് ഗ്രീൻ ബുക്സ് പ്രസിദ്ധീകരിച്ച 20 പ്രണയ കവിതകളും ഒരു വിഷാദഗീതവും എന്ന ഗ്രന്ഥമാണ്. മറ്റൊന്ന്, ഇപ്പോൾ മാതൃഭൂമി വീണ്ടും പ്രസിദ്ധീകരിച്ച നെരൂദ കവിതകളാണ്. ഈ പ്രഭാഷണത്തിൻ്റെ ഭാഗമായി ഞാൻ ഉദ്ധരിക്കുന്ന, ഞാൻ പലപ്പോഴും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് നെരൂദയുടെ കാവ്യസങ്കല്പം. അദ്ദേഹം അതിനെ അവിശുദ്ധ കവിത എന്നാണ് വിളിക്കുന്നത്, ഇംപ്യൂർ പോയട്രി എന്നാണ് വിളിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് കവിതയുടെ തന്നെ ഒരു നിർവചനമാണ് എന്നാണ്. അത് അന്നുണ്ടായ ഏതോ വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിലാകണം, ശുദ്ധ കവിത, അവിശുദ്ധ കവിത മുതലായവയെക്കുറിച്ചുള്ള വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിലാകാം അദ്ദേഹം ആ തരത്തിലൊരു പ്രയോഗം നടത്തിയത്. പക്ഷേ അത് കവിതയുടെ തന്നെ ഒരു വലിപ്പത്തിൻ്റെ, അതിന് സാധ്യമായ വിസ്താരങ്ങളുടെ, രാഗവിസ്താരം എന്നാണ് പറയുന്ന പോലെ വിസ്താരങ്ങളുടെ സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു ഉദ്ധരണിയാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, അദ്ദേഹം സ്പാനിഷിലാണ് പറയുന്നത് തീർച്ചയായിട്ടും.
പകലോ രാത്രിയോ ചില സമയങ്ങളിൽ നിശ്ചലമായിരിക്കുന്ന വസ്തുക്കളുടെ നേർക്ക് ഉറ്റുനോക്കുന്നതിൽ ഒരൗചിത്യമുണ്ട്. പച്ചക്കറികളും ഖനന വസ്തുക്കളും കൽക്കരിച്ചാക്കുകളും വീപ്പകളും വട്ടികളുമടങ്ങിയ വൻ ചരക്കുകളും വഹിച്ച് പൊടിയണിഞ്ഞ വിശാലതകൾ കുറുകെ കടന്നുവരുന്ന വണ്ടിച്ചക്രങ്ങൾ, ആശാരിയുടെ പണിയായുധങ്ങളുടെ കൈപ്പിടികൾ തുടങ്ങിയവ പീഡിതനായ കവിക്ക് ഒരു പാഠം എന്ന നിലയിൽ മനുഷ്യൻ്റെയും ഭൂമിയുടെയും സ്പർശനം അവ ഉദ്വഹിക്കുന്നു. തേഞ്ഞ ഉപരിതലങ്ങൾ, വസ്തുക്കളുടെ മേൽ കൈ പെരുമാറിയ അടയാളങ്ങൾ, പലപ്പോഴും ദുഃഖിതവും എപ്പോഴും ആകാംക്ഷാഭരിതവുമായ ഈ വസ്തുക്കളുടെ പരിവേഷം, ഇവയാണ് നിസ്സാരമല്ലാത്ത ഒരാകർഷകത്വം യാഥാർത്ഥ്യത്തിന് നൽകുന്നത്. മനുഷ്യരാശിയുടെ വിള്ളൽ വീണ വികാരാവേശം അവയിലൂടെ പ്രത്യക്ഷമാകുന്നു. ഉപയോഗിച്ചതും ഉപേക്ഷിച്ചതുമായ വസ്തുക്കൾ, കാലുകളുടെയും വിരലുകളുടെയും അടയാളങ്ങൾ, എല്ലാ വസ്തുക്കളുടെയും അകത്തും പുറത്തും പതിഞ്ഞിട്ടുള്ള മനുഷ്യത്വത്തിൻ്റെ ശാശ്വത മുദ്രകൾ. അത്തരം കവിതയാണ് നാം ലക്ഷ്യമാക്കേണ്ടത്. അമ്ളം കൊണ്ടെന്ന പോലെ കൈപ്പെരുമാറ്റം കൊണ്ട് തേയ്മാനം വന്ന, വിയർപ്പും പുകയും നിറഞ്ഞ, ലില്ലിപ്പൂവും മൂത്രവും മണക്കുന്ന, നിയമമനുസരിച്ചും തെറ്റിച്ചും നാം ചെയ്യുന്ന കാര്യങ്ങളുടെ വൈവിധ്യം ചാർത്തുന്ന കവിത. ഭക്ഷണക്കറയും അവമാനവും പറ്റിപ്പിടിച്ച ചുളിവുകളും നിരീക്ഷണങ്ങളും സ്വപ്നങ്ങളും ഉറക്കമിളപ്പം പ്രവചനങ്ങളും സ്നേഹവൈരാഗ്യ പ്രഖ്യാപനങ്ങളും വിഡ്ഢിത്തങ്ങളും ഞെട്ടലുകളും നാടോടി വിശ്വാസങ്ങളും രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളും നിഷേധങ്ങളും സംശയങ്ങളും സ്ഥിരീകരണങ്ങളും പ്രകീർത്തനങ്ങളും ചേർന്ന ഒരു ശരീരം പോലെ, പഴന്തുണി പോലെ അവിശുദ്ധമായ കവിത. അപ്പോൾ ശുദ്ധ കവിത എന്ന സങ്കല്പത്തിന് എതിരായി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന, എന്നാൽ വാസ്തവത്തിൽ എല്ലാത്തരം കവിതയെയും ഉൾക്കൊള്ളുന്ന ഒരു നിർവചനമായിട്ടാണ് ഈ ഉദ്ധരണി, ഈ വാചകങ്ങൾ എനിക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുള്ളത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാണ്. ഇതിനിടയിൽ പറയാതെ വിട്ടുപോകരുതാത്ത രണ്ട് പേരുകൾ കൂടിയുണ്ട് നെരൂദയുടെ വിവർത്തകർ എന്ന നിലയിൽ. അതിലൊരാൾ നെരൂദ കഥാപാത്രമാകുന്ന ഇൽ പോസ്റ്റിനോ എന്ന നോവൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ ഡി വിനയേന്ദ്രനാണ്. ഈ നഗരത്തിൽ ജീവിച്ചിരുന്ന ഡി വിനയേന്ദ്രൻ ആ നോവൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊന്ന് വിവർത്തകൻ അല്ല, നെരൂദയെപ്പറ്റി ഒരുപക്ഷെ മലയാളത്തിൽ ഏറ്റവും ആദ്യം, ഏറ്റവും സമഗ്രമായ, ഏറ്റവും മനോഹരമായ ലേഖനം എഴുതിയിട്ടുള്ള ഒരാൾ. അദ്ദേഹത്തിൻ്റെ സമ്പൂർണ്ണ കൃതികൾക്കായി നമ്മൾ കാത്തിരിക്കുകയാണ്. അദ്ദേഹവും ഈ നഗരത്തിൽ ജീവിച്ച് മരിച്ച ആളാണ്. എം കൃഷ്ണൻ നായരാണ്. അഗ്നിശിഖയാർന്ന സ്വർണം, ഗോൾഡ്, ഫയർ ക്രസ്റ്റഡ് ഗോൾഡ് എന്ന നെരൂദയുടെ പ്രയോഗം എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ പരിഭാഷയാണ്, ഉജ്ജ്വലമായ പരിഭാഷയാണ്. അഗ്നിശിഖയാർന്ന സ്വർണം, ഫയർ ക്രസ്റ്റഡ് ഗോൾഡ് എന്ന പേരിൽ വളരെ ദീർഘമായ സമഗ്രമായ മനോഹരമായ ഒരു ലേഖനം ഒരുപക്ഷെ 70കളിൽ അദ്ദേഹത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ സന്നിധാനത്തിൽ എന്ന പുസ്തകത്തിൽ നമുക്കത് വായിക്കാം. സൗന്ദര്യത്തിൻ്റെ സന്നിധാനത്തിൽ. ഇനി ഇതിന് ചർച്ചയിലേക്ക്, ഒരു സംവാദത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ആധുനികാനന്തര തലമുറയിലെ കവി എന്ന നിലയിൽ എന്താണ് സച്ചിമാഷ സ്വാധീനിച്ച അളവിൽ ഒരുപക്ഷെ മനോജ് കുറൂരിനെ നെരൂദ എന്ന കവി സ്വാധീനിച്ച് കാണില്ല. ഏത് തലങ്ങളിലാണ്, ഏത് സൂക്ഷ്മാംശങ്ങളിലാണ് നെരൂദ കവിയായ മനോജ് കുറൂരിനെ ഏറ്റവും ഗാഠമായി സ്പർശിക്കുന്നത് എന്നുകൂടി അറിഞ്ഞിട്ട് നമുക്ക് ഒരു തുറന്ന പരസ്പര സംവാദത്തിലേക്ക് കടക്കാം. ഞാൻ വളരെ കുറച്ച് സമയം എടുക്കുന്നുള്ളൂ. നെരൂദയുടെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത, അദ്ദേഹത്തിൻ്റെ ചില വാക്കുകൾ വളരെ പ്രധാനമാണെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്, ഈ ജനങ്ങളുടെ കൈകൾ പതിഞ്ഞിട്ടുള്ള കവിതകളോടാണ് എനിക്ക് താല്പര്യം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നേരത്തെ പറഞ്ഞാൽ ഈ ചെറിയ വസ്തുക്കളെക്കുറിച്ചുള്ള സ്തുതിഗീതങ്ങൾ, അതിലും അദ്ദേഹം പറയുന്നുണ്ട്, ഈ മനുഷ്യർ തന്നെ നിർമ്മിച്ച പ്രകൃതി വസ്തുക്കൾ മാത്രമേ, എലമെൻറ്റ്സ് എന്ന് പറയുമ്പോഴേക്കും പ്രകൃതി വസ്തുക്കൾ മാത്രമല്ല, മനുഷ്യർ തന്നെ നിർമ്മിച്ച വസ്തുക്കളോട് പ്രത്യേകം എനിക്ക് തോന്നുന്നു ഓട്ട് ടു തിങ്സ് എന്ന് പറയുന്നത് മാത്രമായിട്ടുള്ള ആ കവിതയിൽ അത് എടുത്ത് പറയുന്നുണ്ട്. ഓട്ട് ടു തിങ്സ് എന്ന് പറഞ്ഞിട്ട് മാത്രം ഒരു കവിതയുണ്ട്. അപ്പോൾ അതിൽ അദ്ദേഹം ആ രീതിയിൽ അങ്ങനെ എടുത്ത് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞ വെച്ചാൽ അതേപോലെ ഈ കളിമണ്ണിൻ്റെ കവിത
ജലത്തിന് പാടാനാവുന്നത്, അല്ലെങ്കിൽ അപ്പത്തിൻ്റെ കവിത ആർക്കും ഭക്ഷിക്കാനാവുന്നത്, ഈ രീതിയിലുള്ള ഒരു നിലപാടാണ് ഈ ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകിച്ച് റെസിഡൻഷ്യൽ ലാറ്റിയാറ തൊട്ടിങ്ങോട്ടുള്ള മിക്കവാറും എല്ലാ കവിതകളിലും ആ ഒരു സവിശേഷത നമുക്ക് കാണാൻ പറ്റും. ജനങ്ങളോടുള്ള അല്ലെങ്കിൽ ജനത്തിൻ്റെ ഒരു അല്ലെങ്കിൽ ജനങ്ങൾ എന്ന് പറയുന്ന ആ ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ആ ഒരു സ്വഭാവം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട് നെരൂദയുടെ ഇതിൽ. അത് പിന്നെ അതിൻ്റെ ആവിഷ്കാര രീതികളെക്കുറിച്ച് എനിക്ക് തോന്നുന്നു മാഷ് തന്നെ ഇപ്പോൾ ലാറ്റിൻ അമേരിക്കൻ കവിത എന്നുള്ള സമാഹാരത്തിൽ 86 പുറത്തിറങ്ങിയതാണ്. അതിൽ മാഷ് തന്നെ നെരൂദയുടെ കവിതയുടെ സവിശേഷതകൾ എടുത്ത് പറഞ്ഞതിന് ശേഷം സെസാർ വയഹോയെക്കുറിച്ച് പറയുമ്പോഴേക്കും പറയുന്നുണ്ട്, നെരൂദയുടെ കവിതയുടെ മറുപുറമാണ് സെസാർ വയഹോ എന്ന് പറയുന്നുണ്ട്. കുറെ കൂടി മുറുക്കമുള്ള, താൻ എഴുതിയ വാക്കുകളൊന്നും പാഴായി പോകരുതെന്ന് നിർബന്ധമുള്ള സെസാർ വയഹോ. ഞാനിത് പറയാൻ ശ്രമിച്ചത് എന്താ വെച്ചാൽ, തൊട്ട് മുമ്പ് പറഞ്ഞപ്പോഴേക്കും എന്തുകൊണ്ടെന്ന് പറയാനുള്ള ഒരു സ്പേസ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ആണ് ഇപ്പോൾ കൂട്ടിച്ചേർക്കുന്നത്. അപ്പോൾ കുറെ കൂടെ മുറുകിയിട്ടുള്ള ആ രീതിയിലുള്ള കവിതകളോടൊരു ആഭിമുഖ്യം, അത് ചെയ്തോ ഇല്ലയോ എന്നുള്ളതല്ല, പക്ഷേ അത്തരത്തിലുള്ള കവിതകളോടൊരു ആഭിമുഖ്യം എനിക്ക് തോന്നുന്നത് തൊട്ട് പിന്നാലെ വരുന്ന തലമുറയ്ക്ക്. കാരണം വെച്ചാൽ സച്ചിമാഷിൻ്റെ തലമുറ അടിയന്തരമായിട്ട് അഡ്രസ്സ് ചെയ്തൊരു രാഷ്ട്രീയ പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും 70കളുടെ രാഷ്ട്രീയ ആധുനികതയുടെ ഒരു സ്വഭാവം എനിക്ക് തോന്നുന്നത് അതിൻ്റെ കൂടെ തന്നെ നെരൂദയ്ക്കൊപ്പം തന്നെ ഇപ്പോൾ നിക്കോളാസ് ഗിയൻ്റെ വിൽക്കാൻ പറ്റുമോ എന്നുള്ള കവിത, പിന്നെ അതേപോലെ ഓട്ടോറനെ കാസ്റ്റിലയുടെ എന്താണ് അരാഷ്ട്രീയ ബുദ്ധിജീവികൾ ചോദ്യം ചെയ്യപ്പെടും, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മലയാളത്തിൽ ഉദ്ധരിക്കപ്പെട്ട മറ്റൊരു കവിത KG ശങ്കരപ്പിള്ള ട്രാൻസ്ലേറ്റ് ചെയ്തത്. പിന്നെ അതേപോലെ കടമ്മനിട്ട വിവർത്തനം ചെയ്ത സൂര്യശില. ഇങ്ങനെ ആ ഒരു കാലഘട്ടത്തിൻ്റെ വൈവിധ്യത്തെ ആണ് സത്യത്തിൽ പിന്നീട് നമ്മൾ കൂടുതൽ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നത്. അത് പാബ്ലോ നെരൂദ മാത്രമല്ല, എനിക്ക് തോന്നുന്നത് ഈ ലാറ്റിൻ അമേരിക്കൻ കവിതയുടെ ഒരു വലിയ പശ്ചാത്തലം അതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു. സാറേ, ഇപ്പോൾ പറഞ്ഞു സമൃദ്ധിയുടെയും വൈവിധ്യത്തിൻ്റെയും പ്രാവീണ്യത്തിൻ്റെയും ഒക്കെ നിറകുടമായിരുന്നു നെരൂദയുടെ കവിതകളെന്നാണ്. ഇപ്പം നെരൂദയുടെ കവിതകളിൽ ഇപ്പോൾ സജിമാഷ് കുറച്ച് വായിച്ചു കഴിഞ്ഞു, അതുപോലെ തന്നെ മനോജ് സാറും വായിച്ചു. അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇപ്പോഴും നമ്മുടെ മനസ്സിനെ ഹോണ്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ആ കവിത കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് പലസ്തീനിലേക്ക് പോകാൻ കഴിയുന്ന, അല്ലെങ്കിൽ സ്വേച്ഛാധിപത്യത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇപ്പോഴും നമ്മുടെ സ്വേച്ഛാധിപത്യത്തിൻ്റെ കരാളഹസ്തങ്ങൾ നമ്മുടെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ നെരൂദ കവിതകളുടെ ഒരു പുനർവായനയ്ക്കുള്ള പ്രസക്തി എന്താണ് എന്നുള്ളത് അറിയാം. ദീർഘമായ മറുപടികൾക്ക് സമയമില്ല. നെരൂദയെ പോലുള്ള കവികൾ എനിക്ക് തോന്നുന്നത് എല്ലാ കാലത്തും പല രീതികളിൽ വായിക്കപ്പെടുമെന്നാണ്. നെരൂദയെ പോലെയല്ല, ആ തരത്തിൽ വളരെ വിവിധങ്ങളായ രീതികളിൽ മനുഷ്യരുടെ വികാരങ്ങളെയും ഭാവങ്ങളെയും മനുഷ്യാവസ്ഥകളെയും ആവിഷ്കരിച്ചിട്ടുള്ള കവികളെല്ലാം, നെരൂദ മാത്രമല്ല ആശാനും വൈലോപ്പിള്ളിയും എടശ്ശേരിയും ഒക്കെ അതേപോലെ പല കാലത്ത് പല രീതികളിൽ വായിക്കപ്പെടാനുള്ള സാധ്യതകൾ നമുക്ക് തന്നുകൊണ്ടാണ് വിട പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഒരു കാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രണയ കവിതകൾക്കാവാം ചിലർ പ്രാധാന്യം നൽകുന്നത്, ചിലർ രാഷ്ട്രീയ കവിതകൾക്കാകാം, മറ്റു ചിലർ അവസാനം എഴുതിയ ഈ ചെറിയ വസ്തുക്കളെക്കുറിച്ച് അദ്ദേഹം എഴുതിയ കവിതകൾക്കാവാം പ്രാധാന്യം നൽകുന്നത്. വാസ്തവത്തിൽ എല്ലാ കവികളിലും പല കവികളും ഉണ്ട് എന്നെനിക്കൊരു സിദ്ധാന്തം തന്നെയുണ്ട്. നെരൂദയിലും ഇത്തരത്തിൽ പല കവികളെ, പല സ്വരം, നമ്മുടെ ബഹുസ്വരതയാണ് നമ്മുടെ പൊതുവായ വിഷയം. നെരൂദയിൽ തന്നെ അനേകം സ്വരങ്ങളുണ്ട്. ഓരോ കവിയെയും ശ്രദ്ധിച്ചാൽ ആ കവികളിൽ പല സ്വരങ്ങളുണ്ട് എന്ന് നമുക്ക് കാണാം. പല ഭാഷകളുണ്ട്, പല ശൈലികളുണ്ട്, പല സ്വരങ്ങളുണ്ട്. അതുകൊണ്ട് ഓരോ കാലത്തും വലിയൊരു കവിയാണെങ്കിൽ ആ കവിയുടെ കവിത ഓരോ കാലത്തും ശ്രദ്ധിക്കപ്പെടും. പക്ഷേ ഒരേ കാരണം കൊണ്ടാവില്ല, അതിൻ്റെ കാരണങ്ങൾ പലപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഇപ്പം ആശാൻ്റെ ദുരവസ്ഥയാണ് ഏറ്റവും മഹത്തായ കവിത എന്ന് കരുതപ്പെട്ടിരുന്ന, ഇപ്പോഴും ചിലർ കരുതുന്നുണ്ടാവും, ഒരു കാലമുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് നളിനിയിലേക്കും ലീലയിലേക്കും ഒരുപക്ഷെ അവയേക്കാളേറെ കരുണയിലേക്കുമൊക്കെ ഇന്നത്തെ നിരൂപകരും ആസ്വാദകരുമൊക്കെ കൂടുതലായിട്ട് നീങ്ങുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ പക്ഷേ ആശാൻ അപ്പോഴും പ്രസക്തനായി തുടരുകയും ചെയ്യുന്നു. ഇതൊരു പക്ഷേ എല്ലാ കവികളെക്കുറിച്ചും പ്രധാനപ്പെട്ട കവികളെക്കുറിച്ചും പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. എൻ്റെ ചോദ്യം സച്ചിമാഷോടും മനോജ് കുറൂർ രണ്ടുപേരോടും കൂടിയിട്ടാണ്. അതായത് ഈ തെരുവുകളിലെ രക്തം കാണൂ എന്ന വരികൾ ഞാൻ ആദ്യമായിട്ട് കേട്ടത് 1979-80 കാലഘട്ടത്തിൽ കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിലെ ഹോസ്റ്റലിലെ 116 നമ്പർ റൂമിൽ വെച്ചിട്ടാണ്. അന്ന് ഇത്തരം കവിതകളിലൂടെയൊക്കെ പ്രചോദനം കൊണ്ട ഒരുപാട് സുഹൃത്തുക്കൾ അവിടെ വന്നിരുന്നു. അത് കൊടുങ്ങല്ലൂർക്കാരനായ ഒരു സഞ്ജീവൻ, മുരളി, ഹരിദാസ് തുടങ്ങിയ അങ്ങനെ കുറേ വ്യക്തികൾ അവിടെ വന്ന് അവരുമായിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയും കാലത്തിന് ശേഷം വീണ്ടും നമ്മളിപ്പോൾ ഈ ഒരു വരികളിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അന്ന് ഇപ്പോൾ മനോജ് കുറൂർ മെൻഷൻ ചെയ്ത ഒരു പൊളിറ്റിക്കൽ ആസ്പെക്റ്റ് ഓഫ് നെരൂദ പോയട്രി,
സൊസൈറ്റിയിൽ ഉണ്ടാക്കേണ്ട പൊളിറ്റിക്കൽ കറക്ഷൻ അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്യുകയുണ്ടായി. അപ്പോൾ ആ ഒരു രീതിയിൽ ഇന്നിപ്പോൾ നോക്കുമ്പോൾ ഇപ്പോൾ 40 വർഷത്തിന് ശേഷം ഇപ്പോൾ 79 കേട്ട് ഇപ്പം ഞാൻ വീണ്ടും ഇത് കേൾക്കുമ്പോൾ അന്ന് വന്ന അതിലൂടെ ഉദ്ദേശിച്ചിരുന്ന ആ ഒരു പൊളിറ്റിക്കൽ കറക്ഷൻ ഇഫക്റ്റീവായിട്ട് ഇന്നിപ്പോൾ സമൂഹത്തിൽ നടക്കുന്നുണ്ടോ? അത് ഇന്നത്തെ പ്രത്യേക പൊളിറ്റിക്കൽ സിറ്റുവേഷൻസിൽ അത് കറക്റ്റ് ചെയ്യാൻ ഇന്നത്തെ കവിതാ സമൂഹം എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഒന്ന് സമ്മതിക്കാമോ? രണ്ടുപേർക്കും കൂടി സംസാരിക്കാൻ ഈ ഒരു മൈക്ക് മതിയാകാത്തതുകൊണ്ട് ഞാൻ ആദ്യം പറയാം, മനോജിന് പറയാനുള്ളതും പറയാം. ദീർഘമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനുള്ള സമയം നമുക്കില്ല. വരൂ ഈ തെരുവുകളിലെ രക്തം കാണൂ എന്ന നിലവിളി എനിക്ക് തോന്നുന്നത് വളരെ മുമ്പ് യുദ്ധങ്ങൾ, കലഹങ്ങൾ, വർഗീയ ലഹളകൾ എല്ലാം ആരംഭിച്ച കാലം മുതൽ ലോകത്ത് നാം മുഴങ്ങിക്കേട്ടിട്ടൊരു നിലവിളിയാണ്. പരിഹാരങ്ങൾ ചിലപ്പോൾ അപ്രസക്തമായേക്കാം, പക്ഷേ ഈ നിലവിളികൾ ഒരു കാലത്തും അപ്രസക്തമാകുന്നില്ല. അതുകൊണ്ട് ഇന്നും നാം ആ നിലവിളി കേൾക്കുന്നുണ്ട്. ആ നിലവിളിക്കുന്ന ആളുകൾ ഒരുപക്ഷെ മാറിയിട്ടുണ്ടാവാം, ആ നിലവിളിയുടെ സന്ദർഭങ്ങൾ മാറിയിട്ടുണ്ടാവാം. പക്ഷേ ഇന്നും വരൂ ഈ തെരുവിലെ രക്തം കാണൂ എന്ന് പാലസ്തീനിൽ നിന്നോ ഉക്രൈനിൽ നിന്നോ ഇന്ത്യയിലെ തന്നെ തെരുവുകളിൽ നിന്നോ നമുക്ക് വിളിച്ച് അവയെല്ലാം നമ്മെ വിളിച്ച് കേഴുന്നതായിട്ട് നമുക്ക് തോന്നും. ആ രക്തം കാണുക എന്നത് വളരെ പ്രധാനമാണ്. രക്തം ചൊരിയലല്ല, രക്തം കാണലാണ്. ആ രക്തം കണ്ട് എങ്ങനെയാണ് രക്തരഹിതമായ, ഹിംസാരഹിതമായ ഒരു ലോകത്തെ സൃഷ്ടിക്കാൻ കഴിയുക എന്ന് ചിന്തിക്കലാണ് പ്രധാനമായത്. അതിനുള്ളൊരു ആഹ്വാനമാണ് ഈ രക്തം കാണാതെ പോകരുത്, ഈ കൊല്ലപ്പെടുന്ന മനുഷ്യരെ, ഈ നിസ്സഹായരായ മനുഷ്യരെ എന്ന ഒരു ആഹ്വാനമായിട്ടാണ് ആ വരികളെ എടുക്കേണ്ടത്. ആ അർത്ഥത്തിൽ എല്ലാ കാലത്തും അതിന് മാറി മാറി പ്രത്യേക സന്ദർഭങ്ങളുടേതായൊരു പ്രസക്തി കൈവരുമെന്ന് എനിക്ക് തോന്നുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും മാഷ് അതിൻ്റെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും ജസ്റ്റ് ഒരു കാര്യം കൂടി ചേർക്കാനുള്ളത്, അല്ലെങ്കിൽ തോന്നിയ ഒരു കാര്യം കൂടി പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ കവിതയ്ക്ക് മാത്രമായിട്ട് ഒരു സമൂഹത്തിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ അതേ സമയത്ത് കവിത വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ സന്ദർഭങ്ങളുണ്ട്. ഉദാഹരണം ഇപ്പോൾ സ്പാനിഷ് സിവിൽ വാറിനെ തന്നെ പറയുന്നത് പോയറ്റ്സ് വാറിനാണ്. ആ രീതിയിലുള്ള ഒരു സംഗതി കവിതയ്ക്ക് ചെയ്യാൻ പറ്റും. ഇറാനിയൻ റവല്യൂഷൻ്റെയും തുടക്കത്തിൽ കവിയരങ്ങുകളിലൂടെയാണ് ഒരു വലിയ എന്താ പറയണ്ടേ, ഒരു വിപ്ലവത്തിന് അടിസ്ഥാനമായിട്ടുള്ളൊരു സാഹചര്യം ഒരുങ്ങുന്നത് കവിയരങ്ങിലൂടെയാണ്. അപ്പോൾ ആ രീതിയിൽ കവിതയ്ക്ക് ഒരു വലിയ എനർജി ഏത് കാലഘട്ടത്തിലും ഇതേപോലുള്ള സംഗതികൾക്ക് തരാൻ പറ്റും. പിന്നെ അത്തരത്തിലുള്ള അടിയന്തര സാഹചര്യങ്ങളാണ് കവിതയെയും ഈ പറഞ്ഞ അത്തരത്തിലുള്ള മൂവ്മെൻറ്റ്സിനെയും ഒരുമിച്ച് സൃഷ്ടിക്കുന്നത്. നമുക്ക് താൽക്കാലികമായിട്ട് അത്തരത്തിലുള്ളൊരു മൂവ്മെൻറ്റ് അങ്ങനെ ഇപ്പോൾ ലോകത്ത് കാണാൻ പറ്റുന്നില്ല. അത് കവിതയെയും കുറച്ച് ദുർബലമായി കാണാൻ പ്രേരിപ്പിക്കും എന്നൊരു സാഹചര്യമാണ് എന്നർത്ഥമാണ് തോന്നുന്നത്.